സോ ബിഹൈൻഡ് ദ ബിസിനസ് പവേർഡ് ബൈ ഹൈപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരു ഗംഭീര അതിഥിയാണ്. ഒരുപാട് ചേഞ്ചുകളാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്, ഫിനാൻഷ്യലി, സാമ്പത്തികപരമായിട്ട്, ടെക്നോളജിപരമായിട്ട്. അതിൽ ടെക്നോളജിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം സർ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളാണ് ഒമർ, ആൻഡ് ഹീസ് ദ ബെസ്റ്റ് എൻ്റർപ്രണർ. അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ലേണിങ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമ്പനിയുടെ CEO ആണ്. ഈഡറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ്. സർ, ബ്ലാങ്ക് ചോദ്യമാണ്, വളരെ സാധാരണക്കാരനായിട്ട് ചോദിക്കുകയാണ്. കുടുങ്ങുമോ നമ്മൾ AI വന്നാൽ? AI വന്നാൽ ഞാൻ അതിനെ കാണുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. AI എന്നുള്ളതല്ല, ഇനി പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മൾ യന്ത്രം പോലെ ചെയ്തിരുന്ന പണികളൊക്കെ യന്ത്രങ്ങൾ ചെയ്യുന്ന ഒരു കാലം വരെയല്ലേ. അതെ അതെ അതെ. അപ്പം നമുക്ക് മനുഷ്യൻ്റെ പണി ചെയ്തൂടെ? ഡെഫിനറ്റ്ലി. മനുഷ്യൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ പോവുക, എല്ലാ കാലവും അങ്ങനെ പണി ചെയ്യുക. ലൈക്ക് ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതെ അതെ. വേറെ ഏതെങ്കിലും മൃഗങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് അതിന് വേണ്ടി പണിയെടുക്കാൻ ആവശ്യമില്ലല്ലോ. അവർ നേച്ചുറലി അങ്ങനെ പോകുന്ന ആളുകളാണ്. നമ്മളാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പോൾ അതേപോലത്തെ ഒരു കാലം നമുക്കും വരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇത്തരം ടെക്നോളജികൾ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് നമ്മൾ പണിയെടുത്തില്ലെങ്കിലും നമുക്ക് ഭക്ഷണം കിട്ടാവുന്ന ഒരു കാലം സംജാതമാകുന്നു. ജസ്റ്റ് ലൈക്ക് ഹണ്ടർ ഗാദറേഴ്സിൻ്റെ ഒക്കെ കാലത്ത് അന്ന് അങ്ങനെയല്ലേ. കാരണം ഒരുപാട് റീപ്ലേസിങ് നടക്കും തോന്നുന്നു അല്ലേ. ഒരുപാട് പ്രൊഫഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്യാനും. ലൈക്ക് നമ്മൾ എന്താ വെച്ചാൽ ഇതിനെ ഇമോഷണലി ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ജോലികൾ, കാര്യങ്ങൾ ഇതൊക്കെ മാറും. അപ്പോൾ മാറ്റം എന്നുള്ളത് നമ്മളൊരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ആ ഇമോഷനാണ് ആക്ച്വലി ഈ ടെൻഷനും എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് മാറ്റങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പേസ് ഭയങ്കര ഹൈ ആണ്, അതിൽ സംശയമൊന്നുമില്ല. ആ പേസാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം തികയാതെ വരുന്നു. പുതിയ മുന്നേറ്റങ്ങൾ ദിനം പ്രതി പുതിയ AI ടൂൾ വരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് പേര് അത് കാരണം ഡിസ്പ്ലേസ്ഡ് ആകും. മുന്നേ നമുക്ക് നമ്മളും അപ്ഗ്രേഡ് ചെയ്താൽ മതി. എത്ര പേർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും? സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ലെവലിൽ നിൽക്കില്ലല്ലോ. പലർക്കും പല രീതിയിലാണ് ഇൻഫർമേഷൻ കിട്ടുക. അതിലൊരു അസിമെട്രി ഉണ്ട്. അപ്പോൾ ഈ അസിമെട്രി കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, അതൊക്കെയാണ് AIൻ്റെ ആക്ച്വൽ ഡേഞ്ചർ. AI നമ്മുടെ എക്കണോമിക് ഏജൻസിയെ കട്ട് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഓക്കെ, അയാൾ ചെയ്യുന്ന വർക്കിൽ AI വന്നാൽ പിന്നെ അയാളുടെ എക്കണോമിക് ഏജൻസി കട്ടായി. അപ്പോൾ അയാളുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എക്കണോമിക് ഏജൻസി കട്ടാകുമ്പോൾ അയാളുടെ ഫ്യൂച്ചർ എന്താണ്? അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം AI ഡേഞ്ചറാണ്. പക്ഷേ സൊസൈറ്റി ഹാസ് എ ഹോൾ. വേറൊരാൾക്ക് അത് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്ഗ്രേഡ് ആവുന്നവർക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. എല്ലാവർക്കും അപ്ഗ്രേഡ് ആവാൻ കഴിയുമോ? ഇല്ല. എല്ലാവർക്കും ഇൻഫർമേഷൻ ഒരേപോലെ അല്ല എത്തുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഇൻഫർമേഷനെ കാണുന്ന വിധം ഒന്നല്ല. ഒരേ കാഴ്ച കണ്ടാലും എല്ലാവർക്കും ഒരേ ഇൻസൈറ്റ് അല്ല. എല്ലാത്തിലും ആ പ്രശ്നങ്ങളുണ്ട്. ഇവൻ നമ്മൾ ജീവിക്കുന്ന നാടിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻസൈറ്റ് ഉണ്ടാവുക. നമ്മൾ മലയാളിയാണെങ്കിൽ നെണ്ടിൻ്റെ സ്വഭാവം എന്ന് പറയുമല്ലോ, മറ്റുള്ളവർ വളരരുതെന്ന് മാത്രമല്ല, നമുക്ക് ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ പ്രത്യേകത അതിലേക്ക് നോക്കാതിരുന്നാൽ അതൊന്നും നടക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഒരു ഇഗ്നോറൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ മീഡിയാസും ഈവൻ ഇൻക്ലൂഡിങ്, ഞാൻ വെറുതെ ഒന്നും പത്രം അങ്ങനെ നോക്കാറില്ല, പക്ഷെ പത്രത്തിൽ നോക്കിയപ്പോൾ അവരൊക്കെ AI ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരും എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ സാധാരണക്കാരൻ പത്രം വായിക്കുന്നില്ല, അപ്പോൾ അവരത് കാണുന്നില്ല. അപ്പോൾ ഇതൊന്നും വരില്ല എന്നുള്ള ഭയങ്കര ഒരു സ്യൂഡോ ഒപ്റ്റിമിസത്തിൽ ജീവിക്കുന്ന. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തപ്പോഴേ അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷൻ, സംഗതി ഒരു വിഡ്ഢിത്തരമാണ്, പക്ഷേ എങ്കിലും അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലായിടത്തും ഇപ്പോൾ AI വരുന്നു, റോബോട്ടിക്സ് വരുന്നു. നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? നാളെ റോബോട്ട് ഇവിടെ തൂമ്പയും കൊണ്ട് നമ്മുടെ പറമ്പിൽ കളയ്ക്കാൻ വരുന്നൊരു കാലം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചു. അപ്പം ഇതിനാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം ഈ പറയുന്ന റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ചിപ്പിൻ വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഫോം ആയിരിക്കും അതിന് വരുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ പണ്ടത്തെ ടെർമിനേറ്ററൊക്കെ കണ്ടിട്ട്, അല്ലെ നമ്മുടെ പഴയ ടെർമിനേറ്റർ മൂവിയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ലൈക്ക് ഒരു ഫുൾ റോബോട്ടിക് കൈയും ഭയങ്കര അമാനുഷിക ശക്തിയുള്ള മനുഷ്യകുലത്തിന് മുഴുവൻ ഭീതി പടർത്തുന്ന രീതിയിലേക്ക് അങ്ങനത്തെ ഒരു സാധനം വരുമോ? ഓക്കെ,
നല്ല ഇതൊരു ഇൻട്രസ്റ്റിംഗ് വ്യൂ പോയിൻ്റാണ്. ഞാൻ അതിൽ ജനറലി നമുക്കുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാം, നമ്മൾ ഈ സിനിമകൾ കണ്ടതുകൊണ്ട് നമുക്ക് റോബോട്ട് അല്ലെങ്കിൽ AI എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലാൻ വരുന്ന റോബോട്ട്, ഒരു ഹ്യൂമനോയിഡിനെ, റോബോട്ട് പറഞ്ഞാൽ അതിൽ തന്നെ ഹ്യൂമനോയിഡിനെ ആണ് നമ്മൾ എന്ത് ചെയ്യുക, അതായത് മനുഷ്യരൂപമുള്ള റോബോട്ടുകളെയാണ് നമ്മൾ ഈ ഒരു ഡേഞ്ചർ സിനാരിയോയുടെ ഭാഗമായിട്ട് കാണുക. അപ്പോൾ പുള്ളി പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കി, നമുക്ക് അതിനൊന്ന് ഡൈസെക്ട് ചെയ്യാം. എന്ത് റോബോട്ട് തോളിൽ തൂമ്പെടുത്തിട്ട് വരുമോ? അങ്ങനെ വരേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ഹ്യൂമനോയിഡ് രൂപം തന്നെ ഉണ്ടാവേണ്ട ആവശ്യം എന്താണ്? ഇനി വേണ്ട, ആ ഷേപ്പിൽ തന്നെ റോബോട്ടിക് വരണം നിർബന്ധമില്ല, ഒരു നിർബന്ധമില്ല. അപ്പോൾ അഗ്രികൾച്ചറൽ യൂസ് കേസുകൾക്ക് ഇപ്പോൾ നമ്മൾ മനുഷ്യൻ മൾട്ടിപർപ്പസ് ആണ്. നമ്മൾ പലതും, നമ്മൾ ബേസിക്കലി ഒരു ജനറൽ ടെക്നോളജി, അതായത് നമുക്ക് എന്തിനു വേണമെങ്കിലും നമ്മൾ പരുവപ്പെടുത്താം. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ശരീരഘടനയും മറ്റുമാണ് നമുക്കുള്ളത്. പക്ഷേ റോബോട്ടിനെ നമുക്ക് അങ്ങനെയല്ല, റോബോട്ടിനെ നമ്മൾ കസ്റ്റം മേക്ക് ചെയ്യല്ലേ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ, അപ്പോൾ ആ റിക്വയർമെന്റിന് ഒപ്റ്റിമൈസ് ചെയ്യാം. ആ റിക്വയർമെന്റിൽ ഡാറ്റാ ബേസ്ഡ് ഡിസിഷൻ മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് AI-നെ ലെവറേജ് ചെയ്യാം. അപ്പോൾ ഒന്ന് റോബോട്ടിക്സ് എന്നുള്ളത് ഒരു എന്താ പറയുക, ഫിസിക്കൽ പവറാണ് നമുക്ക് കിട്ടുന്നതല്ലേ. ഒരു റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വസ്തുവിനെ പൊക്കാനോ നീക്കാനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു പവറാണ്. അതിന് ഇൻ്റലിജൻറ്റ് ഡിസിഷൻ മേക്കിംഗ് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് AI കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഹ്യൂമനോയിഡ് രൂപങ്ങളാണ് സിനിമയിൽ മുൻപ് വില്ലന്മാരും മറ്റുമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് അത് ആൾക്കാർ ചിന്തിക്കുന്നതിൽ ഇപ്പോൾ ആ സിനിമയിലൊക്കെ ടെർമിനേറ്ററിലോ ഈവൻ എന്തിരൻ സിനിമയിലൊക്കെ കാണിച്ചിട്ടുള്ളത് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു റോബോട്ട് വരുന്നു എന്നുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, റോബോട്ടിന് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ആവശ്യമില്ല ഈ ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും സൃഷ്ടിക്കാനെന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ട്. എന്തിനാണ് റോബോട്ടിന് ഇമോഷൻ വരേണ്ട ആവശ്യം? റോബോട്ട് വൈകാരികമായിട്ട് ചിന്തിച്ച് പ്രേമിക്കാൻ തുടങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെയാണല്ലോ എന്തിനെല്ലാം കാണിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം റോബോട്ടിൻ്റെ ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നമുക്ക് പേഴ്സണലി ഒരു ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം ഉണ്ടെന്ന് വയ്ക്കാം. ഡെയിലി ഇമ്പ്രൂവ് ചെയ്യണം, ബെറ്റർ ഹെൽത്ത്, ബെറ്റർ കാര്യങ്ങൾ ലൈഫിൽ നല്ലത് ചെയ്യണം, അത് നമ്മുടെ ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം. അതുപോലെ റോബോട്ടിന് ഒരു ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം ഡെവലപ്പേഴ്സ് ബേസിക്കലി AI ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ AIകൾ സെൽഫ് ഇംപ്രൂവിങ് അൽഗോരിതംസ് ആണ്. ഓക്കെ, എന്താണ് സെൽഫ് ഇംപ്രൂവിങ് മീൻസ്? എല്ലാം പ്രോഗ്രാമഡ് അല്ല, എല്ലാം ഡിഫൈൻഡ് അല്ല, അതിനൊരു പാത്തേ കാണിക്കുന്നുള്ളൂ, ബാക്കി അത് ചെയ്യുന്നു. അതെന്നെ ഡാറ്റ കൺസ്യൂം ചെയ്ത് അതെന്നെ മുന്നേറുന്ന ഒരു രീതിയാണ് ബേസിക്കലി സെൽഫ് ഇംപ്രൂവ്. അതിന് പുറകിൽ ഒരു മനുഷ്യശക്തി, ഒരു കോഡിങ്ങോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടാവും. ഫുള്ളി വേണ്ട, ഫുള്ളി വേണ്ട. അവിടെയാണ് ഈ ചോദ്യം കിടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആ ഫുള്ളും മനുഷ്യന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു പ്രശ്നം അതായത് ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഫുള്ള് മനുഷ്യൻ ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ അതിന് ഗൈഡ് ലൈൻസ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ ChatGPT മറ്റൊക്കെ വർക്ക് ചെയ്യുന്നത് നോക്കുക. ഇന്ന ചോദ്യം ചോദിച്ചാൽ ഇന്ന ഉത്തരം കൊടുക്കണം എന്ന് ChatGPT പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ പിറകിലുള്ളത് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്ചർ, ഒരു ട്രാൻസ്ഫോമേഴ്സ് ആർക്കിടെക്ചർ എന്ന് പറയും. അതിൻ്റെ ആ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമ്പ്യൂട്ടിംഗ് പവർ, ഹ്യൂജ് കമ്പ്യൂട്ടിംഗ് പവർ, എന്നിട്ടത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് റൺ ചെയ്യാണ്. എന്തിനാണ്? ഒരു വേർഡിൻ്റെ നെക്സ്റ്റ് ലോജിക്കൽ വേർഡ് എന്താണ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന മാത്തമാറ്റിക്കൽ പവർ ക്രിയേറ്റ് ചെയ്യുക. അതിനാണ് ട്രെയിനിങ് എന്ന് പറയും. ഈ ട്രെയിനിങ് സമയത്ത് ഇൻ്റർനെറ്റിലും മറ്റൊക്കെ അവൈലബിൾ ആയിരുന്ന ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റയും ഈവൻ ഇമേജ് ബേസ്ഡും വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റയിൽ ട്രെയിൻഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ജനറേഷൻ AI, സോറ പോലെയുള്ളത് വരുന്നത്. ഓഡിയോ ജനറേഷൻ AI ഉണ്ട്. അങ്ങനെ മൾട്ടി മോഡൽ സിനിമയൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ആ മോഡലിൽ ഇന്ന ചോദ്യം ചോദിച്ചാൽ ഇന്ന ഉത്തരം തരണമെന്ന് എവിടെയും ഗൈഡ് ലൈൻ ഇല്ല. അതുകൊണ്ടാണ് ആ മോഡലിന് എമർജൻറ്റ് ബിഹേവിയറുകൾ എന്നുള്ള ഒരു പ്രശ്നം പറയുന്നത്. എമർജൻറ്റ് ബിഹേവിയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റൻറ്റഡ് യൂസ് കേസിന് പുറത്തേക്ക് AIക്ക് പോകാനുള്ള എബിലിറ്റി ഉണ്ട്. അത് AIക്ക് ബോധം വെച്ചിട്ടല്ല. അത് AIയുടെ ഒപ്റ്റിമൈസേഷൻ ഫ്രെയിം വർക്കിൽ സ്വാഭാവികമായിട്ട് കടന്നുകൂടാൻ ചാൻസ് ഉള്ള പാറ്റേണുകളാണ്. കാരണം ലോകത്തിൽ എല്ലാത്തിലും പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കിൽ ഇത് വേണ്ടി വരും, അതൊരു പാറ്റേൺ അല്ലേ? അത് എല്ലാത്തിലും പാറ്റേൺ ഉണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകളിൽ പാറ്റേൺ ഉണ്ട്, എല്ലാത്തിലും പാറ്റേൺ ഉണ്ട്. അതിൽ നിന്നാണ് ശരിക്കും ഇതിന്റെ റിസൾട്ട് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ മാത്സ് ആണ് എല്ലാത്തിൻ്റെയും കോർ എന്ന് പറയുമ്പോൾ എന്താണ് മാത്സ്? പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ ബെറ്റർ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള. എല്ലാത്തിലും പാറ്റേൺ അല്ല. അക്കൗണ്ടിങ്ങിൽ പാറ്റേൺ ആണ്. ഈവൻ ഡോക്ടർ എന്താ ചെയ്യുന്ന പാറ്റേൺ ആണ്. പാറ്റേൺ മാച്ചിങ് ആണ്. എഞ്ചിനീയർ ചെയ്യുന്ന പാറ്റേൺ മാച്ചിങ് ആണ്. എവറിത്തിങ് എല്ലായിടത്തും കാണാൻ പറ്റും. അപ്പോൾ അത് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്ത് അത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കമ്പ്യൂട്ടേഷൻസ് ചെയ്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്ത് ഈ വേർഡ് കഴിഞ്ഞാൽ അടുത്ത വേർഡ് ഇത് വരുന്നത് എന്നുള്ള രീതിയിൽ ഇന്നിപ്പോൾ ChatGPT ചെയ്യുന്നത് ഒരു 20 കൊല്ലം മുന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും ട്രൂലി ബ്ലാക്ക് മാജിക് ആണ്.
കാരണം വിശ്വസിക്കാൻ പോലും പറ്റില്ല. വിശ്വസിക്കാൻ പോലും പറ്റൂല. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 500 കൊല്ലം മുന്നേ ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ലോകത്തെ ഒരിക്കലും ഉൾക്കൊള്ളാനും കഴിയില്ല. ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അനുഭവം പറയുകയാണ്. എൻ്റെ മോള് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവളൊരു ദിവസം വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആനയെ പറ്റിയിട്ടൊരു പോയം എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പം ശരിയാക്കി തരാമെന്ന്. അപ്പോൾ വൈഫിൻ്റെ അടുത്താണ് ആദ്യം ചോദ്യം വന്നത്. വൈഫാണ് പഠിപ്പിക്കുന്നതിൽ. വൈഫ് എനിക്ക് പാസ് അടിച്ചു. എൻ്റെ അടുത്ത് പറയണം പറഞ്ഞു, ഞാൻ BA മലയാളമാണ്, അപ്പോൾ ഞാൻ മലയാളത്തിൽ എഴുതാമെന്നു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ഇംഗ്ലീഷിലാണ് വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു ഒരു 5 minutes ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ ChatGPT എടുത്ത് ഇംഗ്ലീഷിൽ കേട്ടപ്പോൾ ഭയങ്കര ഒരു ധൈര്യമായിരുന്നു. ഞാൻ വെറുതെ അടിച്ചു ഇങ്ങനെ എ പോയം അബൌട്ട് എലിഫൻറ്റ് എന്ന് അടിച്ചു. അടിച്ച വഴിക്ക് സാധനം വന്നു, ഒരു പടപടപടാന്ന് എഴുതിയ സാധനം വന്നു. ഞാനിത് അപ്പോൾ തന്നെ അത് കോപ്പി ചെയ്ത് വേർഡിലേക്ക് മാറ്റി ഞാൻ ഇവളുടെ സിസ്റ്റത്തിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവള് സിസ്റ്റം കണ്ടിരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് എഴുതിയെന്ന് പറഞ്ഞ വഴിക്ക് എൻ്റെ വൈഫ് അടുക്കളയിരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഒരു കാരണവശാലും ആ മനുഷ്യൻ അത് എഴുതിയിട്ടുണ്ടാവില്ല, അത് ഫുൾ ഉടായ്പാണ്, ഇത് എന്തോ ഒരു ഉടായ്പുണ്ട് എന്നെ അറിയുന്നതുകൊണ്ട് എനിക്ക് അത്രയും പെട്ടെന്ന് അത് എഴുതാൻ കഴിയില്ലെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ മുൻകാല ബിഹേവിയർ ജീവിതത്തിൽ ഒരു പോയം എഴുതാത്ത ഒരാൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇത് എഴുതുവാണ്. അപ്പം ഇതിനെ നമുക്ക് നമ്മുടെ ഒരു കരിയറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഇന്നലെ ഒരു ദിവസം ഒരു ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടു. ഒരാൾ താങ്ക് യു പറയുന്നതാണ്. ഏതോ ഒരു കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം. സാധാരണ കോൺവെക്കേഷൻ കഴിഞ്ഞാൽ പറയുക താങ്ക് യു മാനേജ്മെൻറ്റ്, താങ്ക് യു ടീച്ചേഴ്സ്, താങ്ക് യു പാരൻസ് എന്ന് പറയുന്നതിന് പകരം താങ്ക് യു ഗൂഗിൾ, താങ്ക് യു ChatGPT, താങ്ക് യു ഫോർ ദിസ് ഗ്രാജുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളൊരു വീഡിയോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതുപോലുള്ള ടെക്നോളജി വരുന്ന സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ അത് ഒബ്വിയസ്ലി എല്ലാറ്റിനും പ്ലസും മൈനസും ഉണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു സാധാരണക്കാരൻ ശ്രദ്ധിക്കേണ്ടി വരിക? ഓക്കെ, ഇതിൽ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്ന് ലോകത്ത് നടക്കുന്ന ഒരു പുതിയ റെവല്യൂഷനാണ്. അതിനെ വിളിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ് വിച്ച് മീൻസ് ഇപ്പോൾ ChatGPT നിങ്ങൾക്ക് എന്താ തരുന്നത്? ഈസിനെസ്. ആക്ച്വലി തരുന്നത് ഒരു ഇൻ്റലിജൻസ് അറ്റ് യുവർ സർവീസാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു പ്രശ്നത്തെ പെട്ടെന്ന് സോൾവ് ചെയ്തിരുന്നു. ഇൻ്റലിജൻസ് ആണ് ബേസിക്കലി. അതിൻ്റെ ബാക്ക് ബോൺ എന്താണ്? ഇൻ്റലിജൻസ് ആണ്. അതായത് നിങ്ങളൊരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നു. നോർമൽ സിനാരിയോയിൽ നിങ്ങൾക്കൊരു സെക്രട്ടറി ഉണ്ട്. ആ സെക്രട്ടറിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണോ, എക്സ്പീരിയൻസ് എന്താണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളൊരു ടാസ്ക് കൊടുത്താൽ ആ ടാസ്ക് ചെയ്തു തരിക. ചിലപ്പോൾ നിങ്ങൾക്ക് 10 ടൈപ്പ് ടാസ്ക് ചെയ്യണമെങ്കിൽ 10 സെക്രട്ടറീസ് വേണ്ടി വരും. കാരണം ഒരു സെക്രട്ടറി പെർട്ടിക്കുലർ ടാസ്കിൽ ഒരു ഇതിലായിരിക്കും. അപ്പോൾ അവരുടെ ഇൻ്റലിജൻസ് ആണ് അവർ നിങ്ങൾക്ക് മന്ത്ലി സാലറിയുടെ രൂപത്തിൽ നിങ്ങൾ അവർക്ക് പേ ഔട്ട് ചെയ്യുന്നതും അവർ ആ സർവീസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ സർ ഇൻ്റലിജൻസ് ആസ് എ സർവീസ് ആണ് ChatGPT ഒക്കെ തരുന്നത്. ആ പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ്, അതിൻ്റെ വേരിയേഷൻസ്. അപ്പോൾ ChatGPTയുടെ ഫ്രീ വേർഷൻ ഉപയോഗിക്കുക, ഓക്കെ, അത് ഒരു ആവറേജ് ഇൻ്റലിജൻസ്. പെയ്ഡ് വേർഷൻ ഉപയോഗിക്കുക, കുറച്ചും കൂടെ ഹയർ ഇൻ്റലിജൻസ്. ഇപ്പോൾ കമ്പനികൾ എയിം ചെയ്യുന്ന എന്താ? ChatGPTയുടെ GPT-4-നേക്കാളും ബെറ്റർ ഇൻ്റലിജൻസ്. ഇപ്പോൾ ഓൾറെഡി അത് ആമസോണൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആന്ത്രോപിക് എന്നുള്ളൊരു കമ്പനിയുണ്ട്. അവരുടെ Claude 3 എന്നുള്ള വേർഷൻ വന്നു. അതിപ്പോൾ GPT-4-നേക്കാളും ബെറ്ററാണെന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഹയർ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ഹയർ ഇൻ്റലിജൻസ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് ഫേസ് എന്താ? ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു സ്റ്റേജാണ്. ഈവൻ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇപ്പോൾ ChatGPT ഒക്കെ എത്ര തന്നെ അഡ്വാൻസ്ഡ് ആയി എന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ സ്റ്റേജിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ കോമൺ സെൻസ് ഒന്നും അതിനില്ല. പക്ഷെ അതൊരു ഓരോ യൂസ് കേസുകൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ നല്ല പ്രൊവായിട്ട് ഉപയോഗിക്കാം. ജനറൽ സിനാരിയോയിൽ ഒരു സാധാ ഒരു മനുഷ്യൻ്റെ ഒരു 5 വയസ്സായ കുട്ടിയുടെ കോമൺ സെൻസ് പോലും ChatGPTക്ക് ഉണ്ടാവില്ല. പക്ഷെ ഒരു ടാസ്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ ടാസ്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ അതിന് പറ്റും. പക്ഷെ വൺസ് AGI അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ജനറൽ വർക്കറുടെ ഇൻ്റലിജൻസിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ, അതിൽ പോലും ലെവലുകൾ ഉണ്ടാവും. ശരിക്കും മനുഷ്യന്മാരിലുള്ള പോലെ തന്നെ. അപ്പോൾ ഓരോ ആൾക്കാരുടെയും പ്രൊഡക്ടിവിറ്റിയിൽ വലിയ മാറ്റം ഉണ്ടാവില്ലേ? ഇപ്പോൾ സുന്ദർ പിച്ചയ്ക്ക് 2000 കോടി സാലറി ഉണ്ടാവും ആനുവലി. ഗൂഗിളിലെ ജൂനിയർ എഞ്ചിനീയർക്കോ ഇവൻ ചിലപ്പോൾ സുന്ദർ പിച്ചയുടെ അതേ പ്രായമുള്ള മറ്റൊരു എഞ്ചിനീയർക്ക് ചിലപ്പോൾ ഒരു 1 കോടി രൂപ സാലറി ഉണ്ടാവുള്ളൂ. ഒരേ കാലയളവിൽ ജീവിച്ചിട്ടും സെയിം ആൾക്കാർ തമ്മിൽ വിശ്വാസം പോലും ഇല്ലാത്ത ആളുകളും ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനത്തെ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൈംസിലേക്ക് നമ്മൾ എഡ്യൂക്കേഷനെ ട്രാൻസിഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. അവിടെയാണ് നമ്മൾ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തുടരുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയുള്ളത്. ഇതിലെന്താണെന്നറിയോ? ഇതിൽ ഒന്നെന്താ വെച്ചാൽ നമ്മൾ എന്തിനാണ് എഡ്യൂക്കേഷനിൽ തന്നെ പല ലെവലുകളുണ്ട്.
ഇപ്പോൾ സ്കൂളിംഗ് എന്നുള്ള ലെവലിനെ പറയുകയാണെങ്കിൽ സ്കൂളിങ്ങിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചുറ്റുമുള്ള ലോകത്തെ വിലയിരുത്താൻ കഴിയുന്ന, അതിലെ പാറ്റേണുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു പൊതുവിദ്യാഭ്യാസം ലഭിക്കണം. ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാൻ, അല്ലാതെ അതൊരു ജോബ് സ്കിൽ കൂടെ ഒരു സോഷ്യൽ ലൈഫ് എന്താണ് എല്ലാം അറിയണം. എല്ലാം അത് സിലബസിൻ്റെ രീതി തന്നെ നോക്കിയാൽ അറിയാം. ജോഗ്രഫി പഠിക്കണം, എന്തിനാണ് നമ്മൾ എവിടെ നിൽക്കുന്നു, ക്ലൈമാറ്റിക് സിസ്റ്റംസ്, കാര്യങ്ങൾ, മണ്ണിൻ്റെ ക്വാളിറ്റി എല്ലാം നമുക്ക് മനസ്സിലാവണം. അപ്പോൾ വിത്തിനങ്ങൾ, കാര്യങ്ങളെല്ലാം വരില്ലേ. ബയോളജി അറിയണം, എന്താ നമ്മളെ ശരീരത്തെ നമുക്ക് മനസ്സിലാവണം. സോഷ്യോളജി അറിയണം, എന്തിനാ ഈ സോഷ്യൽ ഇൻഡിവിജ്വൽ. 10ാം ക്ലാസ് വരെ നമുക്ക് ചോയ്സും ഇല്ലല്ലോ, ലൈക്ക് എല്ലാ സബ്ജക്റ്റുകളും പഠിക്കണം. അപ്പോൾ അവിടെ അതിലേക്കാണ് ഞാൻ വരുന്നത്. എല്ലാ സബ്ജക്റ്റ് അവിടെ മാർക്കിൻ്റെ പ്രസക്തി എന്താ? എന്തിനാ മാർക്ക്, എന്തിനാ പരീക്ഷ? ജസ്റ്റ് ടു ക്വാളിഫൈ, അത്രേ ഉള്ളൂ. അല്ല, പരീക്ഷ എന്ന് പറയുന്നത് പ്രോക്സിയാണ്. അതായത് ലേണിംഗ് ആ കുട്ടിയിൽ സംഭവിച്ചു എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടൂളാണ് എക്സാം. അതിൻ്റെ അർത്ഥം ഈ കുട്ടി വൺസ് പരീക്ഷ പിക്ചറിലേക്ക് വരുമ്പോൾ കുട്ടി പഠിച്ചില്ല എന്നുള്ളതിന് തെളിവൊന്നുമില്ല. എന്തുള്ളൂ, പരീക്ഷയ്ക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ഒപ്റ്റിമൈസ്ഡ് ആകുമ്പോൾ എല്ലാം പരീക്ഷ ഒപ്റ്റിമൈസ്ഡായി, സിസ്റ്റം പരീക്ഷ ഒപ്റ്റിമൈസ്ഡായി. ടീച്ചർ എന്താ പഠിപ്പിക്കുക, പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. കുട്ടി എന്താ പഠിക്കുക, പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും അതൊരു മെമ്മറി ടെക്നിക്കായിട്ട് മാറുമല്ലേ? എക്സാക്ട്ലി. അതായത് അവിടെ കൂടുതൽ ഓർക്കാൻ കഴിയുന്ന കുട്ടി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങും. അപ്പോൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ് ഇതൊക്കെ ഭയങ്കര രസമുള്ള സബ്ജക്റ്റുകളാണ്. നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ നിന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക്. അപ്പോൾ നോർമലി അപ്പോൾ ലേണിംഗ് എന്നുള്ളത് ആക്ച്വലി സംഭവിക്കേണ്ടത് ആ രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, അതിനെ ഒരു പരീക്ഷ ഓറിയൻറ്റഡ് സിസ്റ്റമാക്കി മാറ്റി ആ സിസ്റ്റത്തിന്, അപ്പോൾ അതൊരു പ്രോക്സിയെ നമ്മൾ എടുത്ത പോയിന്റിൽ തന്നെ എന്ത് സംഭവിച്ചു, അത് അതിൻ്റെ ഇൻറ്റൻറ്റഡ് ബെനിഫിറ്റ് റിസീവ് ചെയ്യാത്ത അല്ലെങ്കിൽ ഉണ്ടാവാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പേഴ്സ്പെക്റ്റീവിൽ തെറ്റാണ്. എന്നാൽ ഇതെല്ലാ കാലത്തും തെറ്റല്ല. അതിനും റീസൺ ഉണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആലോചിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ ഭയങ്കര പുവറാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് റിസോഴ്സ് ഇല്ല. പക്ഷെ ഒരു വലിയ ജനസംഖ്യയുണ്ട്. അവരെ ഫീഡ് ചെയ്യണം, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇതിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റികൾ വേറെ കാര്യങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപാട് പ്രയോറിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത്? അവിടെ ചിലപ്പോൾ അന്ന് ഈ ഒരു മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും അന്ന് പ്രാവർത്തികമായിട്ടുണ്ടാവുക. കാരണം ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ഈ മുൻപ് സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു കാലത്ത് ഒരുപാട് ഇന്ത്യയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അറിയുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതിൽ മനസ്സിലാക്കുന്നത് 18% ലിറ്ററസി എങ്ങാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പോയിന്റിലുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തീർച്ചയായിട്ടും പ്രയോറിറ്റി വന്നിട്ടുണ്ടാവുക കൂടുതൽ ആളുകളിലേക്ക് ലിറ്ററസി എത്തിക്കണം. എഴുത്തും വായനയും പഠിപ്പിക്കുക, ആ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക, രണ്ടും വേണമല്ലോ. അപ്പോൾ അതിനൊരു ടെസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, അതിനൊരു ഡെലിവറി സിസ്റ്റം ഉണ്ടാവും. അത് മാസ് വോളിയം ചെയ്യുന്നതിന് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. മാസ് വോളിയത്തിൽ ഇൻഡിവിജ്വൽ യൂണിറ്റുകൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതായത് വൺസ് അത് മാസീവ് ആകുമ്പോൾ ഇന്ത്യ ലെവലിലാണ് അത് നോക്കുന്നുണ്ടാവും, അങ്ങനെ മാത്രമേ നോക്കുക. പക്ഷേ കാലം മാറി, പ്രോസ്പെരിറ്റി ഉണ്ടായി, കുറേ ആൾക്കാർ സ്വന്തം നിലയ്ക്ക് ഇമ്പ്രൂവ്ഡായി, ഒരു മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു, അവർക്ക് കൂടുതൽ സ്പെൻഡിങ് പവർ വന്നു. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചിന്തിക്കാം, പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ വേണം, പുതിയ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ വേണം. ഇതാണ് ഇന്നത്തെ ശരി. ഇത് അന്നത്തെ ശരിയല്ല. പക്ഷെ അതിനനുസരിച്ച് സിസ്റ്റം മാറുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ മാറുന്നതിന്റെ സ്പീഡ് കുറയും. എക്സാക്ട്ലി. അപ്പോൾ ഇപ്പം നമ്മൾ സിസ്റ്റം പോരാ എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അതായത് ഇന്നത്തെ സ്പീഡ് കൂടുമ്പോൾ അതിനനുസരിച്ച് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്തിന് വേണ്ടുന്ന രീതിയിൽ സിസ്റ്റം അപ്ഡേറ്റഡ് ആയിട്ടില്ല, അത് സത്യമാണ്. പക്ഷേ ഇന്ന് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ന് ഓരോ പാരൻറ്റിനും, ഇപ്പോൾ എബിലിറ്റി ഉള്ള പാരൻസിന്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ അസിമെട്രിക് ഗ്രോത്ത് എന്തായാലും ഉണ്ടാകും, എല്ലാവരും ഒപ്പം വളരില്ല. അപ്പോൾ എബിലിറ്റി ഉള്ള പാരൻസിന് ദേ ക്യാൻ ഗോ ബിയോണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മളെല്ലാം ഡിഫറൻസ് മേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇഡാപ്റ്റ് നമ്മുടെ കമ്പനി എല്ലാം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ സ്വന്തം കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഡിഫറെൻറ്റ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന പാരൻസിന് ദേ ക്യാൻ ഡു ദാറ്റ്. എല്ലാം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പരിധിയിലേക്ക് വെക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡ് കേട് വരുമ്പോഴും നമ്മൾ ഗവൺമെൻറ്റിനെ പറയുന്നത്, എല്ലാത്തിനും ഗവൺമെൻറ്റിനെ പറയുന്നത്, ഗ്രോത്ത് കൊണ്ടുവരാനും ഗവൺമെൻറ്റിനെ പറയുന്നത്. അപ്പം നമ്മളുടെ പണി എന്താ? ഹൂ ഈസ് ഗവൺമെൻറ് നമ്മളെ അടുത്തുനിന്ന് നമ്മൾ ഗവൺമെൻറ്റിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നുണ്ട് ആലോചിക്കുക. നമ്മൾ മിക്കപ്പോഴും ഗവൺമെൻറ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഇപ്പോൾ എലക്ഷൻ വരിക, ഇവിടെ ഈ പത്രത്തിൽ എന്താണ് ചർച്ചയാവുന്നത് നോക്കുക. പത്രത്തിൽ ചർച്ചയാവുന്നത് എന്ത്? ഇപ്പോൾ ചർച്ചയാവുന്നത് വികസനമാണെങ്കിൽ ഓക്കെ കൊള്ളാം,
നേരെ മറിച്ച് ഏതെങ്കിലും അഴിമതി കേസ് അല്ലെങ്കിൽ ചിലപ്പോൾ ജനങ്ങളെ ഒട്ടും ബാധിക്കാത്ത തരത്തിലുള്ള വിഷയങ്ങളിലാണ്, പരസ്പരം പഴിചാരലിലാണ്, കുത്തുവാക്കുകൾ പറയുന്നതിലാണ്, അല്ലെങ്കിൽ ഇമോഷണലി ഡ്രെയിൻ ചെയ്യാൻ നോക്കുന്നതിലാണ്, അങ്ങനെയൊക്കെയാണ് ഓറിയൻറ്റേഷൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ വി ആസ് എ കമ്മ്യൂണിറ്റി ആൻസറബിൾ ആണ്. ഒരിക്കലും നമുക്ക് പൊളിറ്റിക്സിന് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിന് മാത്രം പറയാൻ പറ്റില്ല. കാരണം നമുക്കിതൊക്കെ മതി. നമ്മളോട് വികസനം ചർച്ച ചെയ്യണ്ട, നമ്മളോട് കുറച്ച് ഹെയ്റ്റ് ചർച്ച ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും ഏറ്റവും ഫ്രണ്ടിൽ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടാവുക. ഒരു 5 പേര് മരിച്ചു അല്ലെങ്കിൽ 10 പേര് മരിച്ചു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമായിട്ട് വരും. അവിടെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു എന്താ പറയുക 1ാം റാങ്ക് വാങ്ങി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1ാം റാങ്ക് വാങ്ങിയ ആളെ കാണിക്കുക ഏറ്റവും താഴെ ഒരു ചെറിയൊരു കോളത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റും അല്ലാത്ത രീതിയിൽ. ഇതേ ഒരു അവസ്ഥ ഞാനിവിടെ പണ്ട് കോഴിക്കോട് ഞാനിവിടെ സ്ഥിരമായിട്ട് ക്ലാസ് എടുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ H1N1 പനി വന്നിട്ട് ആകെ ഭീതി പടർത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പുറത്തുനിന്ന് വെള്ളം കുടിക്കരുത്, വെള്ളത്തിലൂടെയൊക്കെയാണ് ഇത് പകരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറും ഫ്രൂട്ട്സ് കഴിച്ച് ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇവിടെ 4 ദിവസം ഇവിടെ അടുപ്പിച്ച് വരും. പെട്ടെന്നാണ് തട്ടേക്കാട് ബോട്ടപകടം ഉണ്ടാകുന്നത്. ആ ഒരൊറ്റ ദിവസം കൊണ്ട് H1N1 2ാമത്തെ പേജിലേക്ക് എത്തി. ആദ്യത്തെ പേജിലേക്ക് ഈ മറ്റേ തട്ടേക്കാട് ബോട്ടപകടം വന്നു. പിറ്റത്തെ ദിവസത്തെ പത്രം എടുത്ത് നോക്കുമ്പോൾ തട്ടേക്കാട് ബോട്ട് വന്ന വഴി, ബോട്ട് ഇടിച്ച കുറ്റി, ബോട്ട് ഓടിച്ച ആൾ ഇതിന് മുമ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പം H1N1 പനി 3ാമത്തെ പേജിലോട്ട് പോയി. ഇതിങ്ങനെ പോയി ഒരാഴ്ചയുടെ ഉള്ളിൽ H1N1 പനി നിന്നു. ഇല്ല, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പട്ടികളൊക്കെ വളരെ ഡീസൻ്റായി. ഇപ്പം ആരും കടിക്കുന്നില്ല. മുല്ലപ്പെരിയാർ പൊട്ടുന്നില്ല. അതെ, മുല്ലപ്പെരിയാർ പൊട്ടുന്നില്ല. തെരുവ് നായ്ക്കളൊക്കെ ഡീസൻ്റായി. ഇപ്പോൾ കടിച്ചു കീറുന്ന കേരളം എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. ഇത് വായിച്ചിട്ട് പുറത്തിറങ്ങാതിരുന്നിട്ട് ഞാൻ ഒരാഴ്ച പട്ടികളെ വാർത്ത വായിച്ചിട്ടുണ്ടോ? എനിവേ, അപ്പോൾ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വി ആസ് എ സൊസൈറ്റി നമ്മളാണ് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ വിചാരിക്കുക ഇവരാണ് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത്. അല്ല, ഇത്തരം വാർത്തകൾ ഇപ്പോൾ രാത്രി 9 മണിക്ക് നടക്കുന്ന അന്തി ചർച്ച, മിഡിൽ ക്ലാസ് മലയാളി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ സമാധാനത്തിലിരുന്ന് കാണുന്ന ഒരു സാധനം. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത കുറേ പ്രശ്നങ്ങൾ പുറത്തുണ്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. അതൊക്കെയാണ് അതിലെ പാനലാണ് രസം. ഇത് ചെയ്തവൻ, ഇത് ചെയ്യാൻ പോകുന്നവൻ, ഇത് മുമ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവൻ എന്നൊക്കെ പറഞ്ഞു 99% 9 മണി ചർച്ചകളും പിറ്റേന്നത്തെ പത്രത്തിൽ വാർത്തയാവാൻ പോലും ക്വാളിറ്റി ഉള്ളതാവില്ല. അതെ 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 അതെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളെ സുഖിപ്പിക്കുന്ന നമ്മുടെ എന്തൊക്കെ ചേതനകളാണോ അല്ലെങ്കിൽ നമ്മുടെ ചോദനകൾ എന്തൊക്കെയാണോ അതിനെ സുഖിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി. അതല്ലാതെ വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്. എന്ത് കൊണ്ടുവരും, എന്താണ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ ഒരു ലോങ് ടേം പ്ലാൻസ്. ഇപ്പം ഞാൻ ചോദിക്കാം, AI, റോബോട്ടിക്സ്, ടെക്നോളജി, നമുക്കിതിനെ നെഗേറ്റ് ചെയ്യാം, എത്ര കാലം വേണമെങ്കിലും ഡിനൈ ചെയ്തിട്ട് ജീവിക്കാം. പക്ഷേ ഇതൊരു റിയാലിറ്റി ആണല്ലേ. ലോകത്തെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും ഈ ഇമ്പാക്റ്റ് ഉണ്ട്. ഇവിടുന്ന് എത്ര പൊളിറ്റീഷ്യൻസ് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ നിലപാട് ഇതായിരിക്കും, പക്ഷേ 10 കൊല്ലം കഴിഞ്ഞാൽ നാട് ഇങ്ങനെ ആവണം, 20 കൊല്ലം കഴിഞ്ഞാൽ നാട്ടിലെ റവന്യൂ ഇങ്ങനെ വരണം എന്ന് വ്യൂ ഉള്ളവരുണ്ട്. വേണ്ടപ്പോട്ട് എത്ര ആൾക്കാർ, എത്ര പബ്ലിക് ഇത് ചോദിക്കുന്നുണ്ട്. പബ്ലിക് എന്താ ചോദിക്കുന്നത്? പബ്ലിക് ഷെയർ ചെയ്യുന്നത് എന്താ? അപ്പോൾ ഇത് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നുള്ളൂ? താങ്കളുടെ അഭിപ്രായത്തിൽ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? ഇതിപ്പം റീസൺസ് ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന എല്ലാവരും പറയുന്നൊരു കാര്യം ഇതാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവർ ജപ്പാനിലാണ്. അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, ചെറിയ കൊച്ചുങ്ങൾക്ക് പോലും. അപ്പം അവർ പറയുന്നതെന്ന് വെച്ചാൽ ദേ കൻ യൂസ് കാൽക്കുലേറ്റർ. അപ്പോൾ കാൽക്കുലേറ്റർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്താൽ മതി. പക്ഷെ അപ്പം ഞാനൊന്ന് കമ്പയർ ചെയ്തു. എൻ്റെ മോളുടെ സ്കൂളിൽ ഇപ്പോഴും കമ്പ്യൂട്ടർ ഹാസ് 3 parts: മോണിറ്റർ, CPU, ഔട്ട്പുട്ട് ഡിവൈസ്, പിന്നെന്താ CPU, മൗസ്. ആരോടാ പറയണ്ടേ? ആപ്പിൾ എയർബുക്ക് ഉപയോഗിക്കുന്നവളുടെ അടുത്താണ് ഈ സാധനം പറ്റുന്നത്. എന്നിട്ട് കൊച്ചു എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം ഇതിൻ്റെ CPU എവിടെ? കാരണം എന്താ വെച്ചാൽ എൻ്റെ CPU ഇല്ല. പക്ഷെ ഇപ്പോഴും ഈ സാധനമാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് മോണിറ്റർ. അത് നമ്മളടുത്ത് സൊല്യൂഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, അല്ല ഈ സ്കൂളിൽ IT എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് സാധനം. അതുകൊണ്ട് തന്നെ പാരൻസ് എന്താ പറയുക, അത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം പാരൻസിന് അറിയാം ഇത് ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്കറിയാം, യു ആസ് എ പാരന്റ് നിങ്ങൾക്ക് അറിയാം ഇതൊന്നും പഠിക്കേണ്ടല്ലോ, എൻ്റെ കുട്ടിക്ക് അറിയാം. പക്ഷെ അത് ആക്ച്വൽ ലിമിറ്റേഷൻ എന്താണെന്നറിയോ? മെയിൻ റെസ്പോൺസിബിലിറ്റി സ്കൂൾ മാനേജ്മെൻറ്റുകൾ. രണ്ടാമത്തെ ഡെഫിനറ്റ്ലി എന്തുണ്ട്, സ്റ്റേറ്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം സ്റ്റേറ്റ് ഇറക്കുന്ന സിലബസിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതുപോലെ എന്താ പറയുക, സ്കൂളിൻ്റെ കാര്യത്തിലാണെങ്കിലും IT ഒരു മേജർ സബ്ജക്റ്റ് അല്ല. പക്ഷേ ഇന്ന് ലോകത്ത് എല്ലാ മേഖലയും ബാധിക്കാൻ കഴിയുന്ന ഒരു സിംഗിൾ ബിഗ്ഗസ്റ്റ് ടൂള് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെക്നോളജിയാണ്. അപ്പോൾ ആ ടെക്നോളജി നമ്മൾ സ്കൂളിങ്ങിൽ തൊടുന്നേയില്ല.
കുട്ടി പഠിക്കുന്നേ ഇല്ല. കുട്ടി പിന്നെ സ്വന്തം നിലയ്ക്ക് എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പഠിച്ചോട്ടെ. ഇവൻ ഡിഗ്രിയിലെത്തുമ്പോൾ അതില്ല. പക്ഷേ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ടൂളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയാൽ, റൈറ്റ് ഏജിൽ റൈറ്റ് ടൂൾസ്, റൈറ്റ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻസ് ചെയ്യാം. അത് സിലബസിന്റെ ഭാഗമാക്കണം എന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്, അതോ അതൊരു എക്സ്ട്രാ കരിക്കുലർ ആക്കണം? സിലബസിന്റെ ഭാഗമാക്കണം. കാരണം ഇപ്പോൾ മാത്തമാറ്റിക്സ് ചോയ്സ് കൊടുക്കരുത്. മാത്തമാറ്റിക്സ് പഠിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ കുട്ടിയോട് ചോദിക്കാറുണ്ടോ? റീസൺ എന്താണ്? അത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. IT അങ്ങനെ തന്നെയാണ്. നമുക്ക് ഈ മറ്റൊന്നും ഇല്ലാതെ ഇനി ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതേ സബ്ജക്റ്റിൻ്റെ അതേ പ്രയോറിറ്റിയിൽ വരുന്ന കാര്യമാണ്. 2, എന്താണ് അതിൽ പഠിപ്പിക്കേണ്ടത്? അതിൽ പഠിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഇന്നത്തെ ഏറ്റവും പുതിയ ടെക്നോളജി ഡെവലപ്മെൻറ്റുകൾ വേണം. അല്ലാതെ ഒരു 20-30 കൊല്ലം മുന്നേ എക്സ്പയർ ആയ കാര്യങ്ങളല്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിന് ഇത്ര പാർട്സ് ഉണ്ട്, അത് ഇൻപുട്ടാണ്, അത് ഔട്ട്പുട്ടാണ് എന്നുള്ളത് 1 വയസ്സിൽ 2 വയസ്സിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ട. കാരണം ആ കുട്ടിക്ക് അതിൻ്റെ മേലെയാണ്. ഇന്നത്തെ കമ്പ്യൂട്ടറുകളൊന്നും ആ ടൈപ്പ് അല്ല വരുന്നത്. ഇന്നത്തെ കമ്പ്യൂട്ടിംഗ് ഡിവൈസുകളൊന്നും ആ രൂപത്തിൽ പോലും അല്ല വരുന്നത്. ഒരു പക്ഷേ ആ പഴയ കമ്പ്യൂട്ടറുകൾ ഉണ്ടാവുക സ്കൂളിലെ ലാബിൽ മാത്രമായിരിക്കും. അതിൻ്റെ പുറത്തിറങ്ങിയാൽ അത് കാണുന്നില്ല. അപ്പോൾ ആ ഒരു ഓറിയൻറ്റേഷൻ അല്ല. ലോകം സാങ്കേതികമായിട്ട് ഒരുപാട് മുന്നേറി. അപ്പോൾ സ്കൂളിൽ IT എഡ്യൂക്കേഷനെ ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു അപ്രോച്ച് എന്താ വെച്ചാൽ അതിനെ ടെക്നോളജി എഡ്യൂക്കേഷൻ ആക്കി മാറ്റി. എന്നിട്ട് ഹെലോ AI എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. ഇവൻ ഇഡാപ്റ്റ് കൊടുക്കുന്ന ഒരു സർവീസ് ആട്ടോ. സ്കൂളിൽ ചെറിയ തലം, ഇത് CBSE സ്കൂളുകളിലാണോ അതോ CBSEയിലും നോർമൽ സ്കൂളിലൊക്കെ ഉപയോഗിക്കാം. കാരണം IT സംബന്ധിച്ചിടത്തോളം അത് യൂണിവേഴ്സലാണ്. അത് CBSEക്ക് അല്ല, പക്ഷേ അത് നമുക്ക് സിലബസിലേക്ക് ആഡ് ചെയ്യാൻ ചില നിയമ തടസ്സങ്ങൾ ഉണ്ടാവില്ലേ? ഇല്ല. കാരണം ഗൈഡ് ലൈൻസ്, ബേസിക് ഗൈഡ് ലൈൻസ് ആണുള്ളത്. പിന്നെ ബാക്കി നമ്മൾ തീരുമാനിക്കുന്ന പോലെ സ്കൂൾ മാനേജ്മെന്റിന് തീരുമാനിക്കാൻ പറ്റും. ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താൽ മതി. നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് അതെല്ലാം കവർ ചെയ്യണം. പിന്നെ അഡീഷണലി കൊടുക്കുന്നത് സ്കൂളിൽ തീരുമാനമുണ്ട്. കൂടുതൽ ഉണ്ടായാൽ മതി, കുറയാതിരുന്നാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ടെക്നോളജി മേഖലയിൽ AI അറിയണം കുട്ടി, റോബോട്ടിക്സ് അറിയണം, 3D പ്രിൻറ്റിംഗ് അറിയണം, വിർച്വൽ റിയാലിറ്റി അറിയണം, IoT അറിയണം, ബ്ലോക്ക് ചെയിൻ അറിയണം. ഇങ്ങനത്തെ ഒരുപാട് മേഖലകളും കൂടി ചേർന്നതാണ് ഇന്നത്തെ ടെക്നോളജി എഡ്യൂക്കേഷൻ. പക്ഷെ നമ്മളെ സ്കൂളിലെ ടെക്നോളജി എഡ്യൂക്കേഷൻ മൗസും കീബോർഡും ഒരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാവും, അവിടെ ചെന്നിരിക്കുക. അത് ആ ക്ലാസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ മറ്റു ടീച്ചർമാർ യൂട്ടിലൈസ് ചെയ്യുന്നത്. സിലബസ് തീർന്നിട്ടില്ലെങ്കിൽ മീൻസ്. പക്ഷേ റൈറ്റ് ടൂൾസ് കിട്ടിയാൽ ഇപ്പോൾ IT പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നൊരു കുട്ടിക്ക് ഇന്ന് ബാക്കി ഏത് സബ്ജക്റ്റിനെ ഇത് വെച്ചിട്ട് പവർ ചെയ്യാൻ പറ്റും. എല്ലാത്തിലും ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാം. റിസർച്ച് ചെയ്യാനിപ്പോൾ ChatGPT ഒരു കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് ജനറേറ്റീവ് AI അഥവാ ChatGPT പോലത്തത്. നമ്മൾ കുട്ടിക്ക് ആക്സസ് കൊടുക്കുക. എന്തിനാണ്? കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ കൊടുക്കണം എന്നാണ് പറയുക. റീസൺ എന്താ വെച്ചാൽ ഇതിനി ജീവിതത്തിൻ്റെ ഭാഗമായി. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ സെയിം അപ്രോച്ച്. എന്ത് കാൽക്കുലേറ്റർ കൊടുക്കണ്ട, കാൽക്കുലേറ്റർ കൊടുക്കാണ്ട് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ല. ജനറേറ്റീവ് AI ഇപ്പോൾ വന്നു, ഇനി ഇത് ഭാവിയിലുണ്ടാവുമോ? ഡെഫിനറ്റ്ലി. കാരണം ഈ ഒരു ടെക്നോളജിയുടെ സ്വഭാവം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു പാർട്ട് ഓഫ് ലൈഫ് ആയിരിക്കും. അതിൻ്റെ ഒരു സംവേദനം പുതിയ തലത്തിലേക്ക് വരുമെന്നല്ലാതെ അത് പൂർണ്ണമായിട്ട് ഒഴിവാകാൻ പോകുന്നില്ല. അപ്പോൾ ആ മാറ്റങ്ങളിലേക്ക് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടി ജനറേറ്റീവ് AI ഉപയോഗിച്ച് തുടങ്ങണം. എന്തിനാണ്? കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. കുട്ടി സ്വന്തം നിലയ്ക്ക് റിസർച്ച് ചെയ്ത് കാട് കയറിപ്പോട്ടെ. കുട്ടി സ്വന്തമായിട്ട് സൈഫൈ പുസ്തകങ്ങൾ എഴുതട്ടെ. അങ്ങനെ കാട് കയറാനുള്ള ഒരു ടൂള് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്ര ചെയ്താൽ മതി, ബാക്കി അവർ ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് താങ്കളുടെ സംസാരത്തിൽ മനസ്സിലായത് അധികം താമസിയാതെ ഇത് എല്ലാ സ്കൂളുകളും അഡോപ്റ്റ് ചെയ്യും. പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഡിമാൻഡ് ഇല്ല. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവയർനെസ്സും ഇല്ല. ഓട്ടോമാറ്റിക്കലി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പോലത്തെ പാരന്റ്സ് റെയർ ആട്ടോ. അല്ല, ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പം എൻ്റെ മോള് പഠിക്കുന്നത് ഗുഡ് ഷെപ്പേർഡ് സ്കൂളാണ്. ഗുഡ് ഷെപ്പേർഡ് കുന്നംകുളം എന്ന് പറയുന്ന ഒരു ചെറിയ സ്കൂളാണ്. CMI ഫാദേഴ്സിൻ്റെ സ്കൂളാണ്. അവിടെ ഞങ്ങളുടെ പാരൻസ് ഡേ ഉണ്ടായിരുന്നു. എൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഡാൻസ് കളിച്ച്, നാടകം കളിച്ച്. കാരണം വെച്ചാൽ പാരൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഡേ ആണ്. ഞങ്ങളാണ് കലാപരിപാടികൾ നടത്തുക. ടീച്ചേഴ്സും കുട്ടികൾക്കും ആൻറ്റിമാർക്കൊക്കെ അവിടെ ഇരുന്ന് കാണാം. ആൻറ്റിമാർ ഇൻ ദ സെൻസ് അവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ചേച്ചിമാർ, അവർക്കൊക്കെ അവിടെ ഓഫീസ് സ്റ്റാഫ് ചെയ്യും. ഇപ്പോൾ അവിടെ ലേറ്റസ്റ്റ് ഇപ്പോൾ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ അവിടെ കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട്, സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് റോബോട്ടിക്സ് ആണ്. റോബോട്ടിക്സ് അല്ലെങ്കിൽ AI പോലുള്ള ഇത്തിരി കൂടി ടെക്നോളജി പരമായിട്ട് കുട്ടികൾക്ക്. ഞാനതാ പറഞ്ഞു നിങ്ങൾ റെയറാന്ന് പറയാൻ കാരണം ഭൂരിഭാഗം പാരൻസും ഇപ്പോൾ സ്കൂളിൽ ഒരു കുട്ടീനെ ഏൽപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രൈവറ്റ് സ്കൂളിലല്ല കുട്ടീനെ പഠിപ്പിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളിംഗ് പ്രത്യേകിച്ച് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിന് ഇത്രയും പ്രാധാന്യം കിട്ടുന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് നിങ്ങളൊരു പ്രൈവറ്റ് സ്കൂളിൽ കുട്ടിയെ ചേർത്തു?
ബിക്കോസ് എക്സാമ്പിൾ ഈസ് വെരി സിമ്പിൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഏത് സ്കൂൾസും കോളേജസും നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കുന്നതാണ് ഡെവലപ്മെൻ്റ് എന്ന് ഇവർ വിശ്വസിക്കുന്നത്. ഒരു കെട്ടിടം പണിതു, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് വലുതാക്കി, അല്ലെങ്കിൽ മതിൽ പണിതു, അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചു, ഇതൊക്കെയാണ് ഡെവലപ്മെൻറ്റ് എന്ന് ചിന്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട് ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ചില ഹാർഡ് റിയാലിറ്റീസ് മനസ്സിലാവും. ഞാൻ ചില സ്കൂളുകളിൽ, ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ഒരു 260 സ്കൂളുകളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ചില സ്കൂളുകൾ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. രണ്ടും സെയിം ടീച്ചർമാരാണ് പഠിപ്പിക്കുന്നത്. ഒരു പീരീഡിലോട്ട് ചെല്ലുമ്പോൾ അടുത്തൊരു സാധനം, ഇപ്പം എൻ്റെ മേഖല എന്ന് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷാണ്. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്ന് അങ്ങനെ വന്നു. എല്ലാ സ്കൂളുകളിലും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറെ വെച്ചിരിക്കുക. സോ വാട്ട് ഇസ് ഡിഫറൻസ്? അതേ സ്കൂളിൽ തന്നെ BEdും MA ഒക്കെ ഉള്ള ഒരു ഇംഗ്ലീഷ് ടീച്ചറും ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു പീരീഡ് ഇതിനു വേണ്ടി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറെ കൊടുന്ന് വെച്ചേക്കണം, ഗിമ്മിക്ക് പോലെ. അതെന്താ വെച്ചാൽ ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. കാരണം അടുത്ത പാരൻസ് ഡേക്ക് അല്ലെങ്കിൽ പാരൻസ് മീറ്റിങ്ങിന് ജനറൽ ബോഡിക്ക് ഹെഡ്മിസ്ട്രസിനോ ഹെഡ്മാസ്റ്റർക്കോ പറയണം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ സ്കൂളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും സ്പീക്ക് ഇംഗ്ലീഷ് ഓർ ഷട്ടപ്പ്. കുട്ടികളെല്ലാവരും കൂടി പറഞ്ഞു ശരി ഷട്ടപ്പ് അല്ലേ, ഒന്നെങ്കിൽ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഷട്ടപ്പ്. കുട്ടികൾ ഷട്ടപ്പ് എടുത്തു. അപ്പം ഇതേപോലെ തന്നെ ഈ പറയുന്ന കാര്യത്തിൽ ഞാൻ കാണുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ സ്കൂളുകളിൽ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ദാറ്റ്സ് ഫൈൻ. മേ ബി ഐ എം എക്സ്പെക്ടിങ് നെക്സ്റ്റ് 5 years ചിലപ്പം ഇത് ഒരു മാൻഡേറ്ററി കോഴ്സായിട്ട് മാറും ഒരുവിധം സ്ഥലങ്ങളിലോട്ടൊക്കെ. എൻ്റെ ചോദ്യം അതല്ല, സ്കൂൾ തലത്തിന് മാറ്റി നിർത്തിയിട്ട് ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൊച്ചുങ്ങളുടെ സ്പീഡിൽ പാരൻസിന് ഓടാൻ പറ്റുന്നില്ല എന്നാണ് അവിടുത്തെ പ്രശ്നം. അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ചില ആളുകൾ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കഴിഞ്ഞ ഞങ്ങളുടെ പാരൻസ് മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, സർ എൻ്റെ കല നന്നായി ഡെവലപ്പ് ആവുന്നുണ്ട്. ബിക്കോസ് എൻ്റെ കൊച്ചിൻ്റെ ഹോംവർക്ക് മുഴുവൻ ചെയ്യുന്നത് ഞാനാണ്. ഇവരിന്ന് വിളിച്ചിട്ട് പറയാണ് നാളേക്ക് മഴവില്ല് വരച്ചിട്ട് കൊണ്ടുവരണം. കൊച്ചു വന്നിട്ട് പറയാം അപ്പ മഴവില്ല് റെഡി, മഴവില്ല്. ഞാൻ മഴവില്ല് വരച്ചു. അപ്പം മഴവില്ല് വരച്ചിട്ട് ആ മഴവില്ലിൽ ഓരോ കളേഴ്സ് എഴുതണം. ഞാൻ കളേഴ്സ് എഴുതി. ഏറ്റവും അവസാനം അവളുടെ പേര് എഴുതി കൊടുക്കും. ഇതങ്ങോട്ട് തിരിച്ചു കൊടുത്തയക്കും. അവൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അത് അവർക്ക് ആ ചാർട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ മീറ്റിങ്ങിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ കല നല്ലപോലെ ഡെവലപ്പായി, ഇനി എൻ്റെ കൊച്ചിൻ്റെ കല ഡെവലപ്പ് ചെയ്യാനുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കൊടുത്താൽ നന്നാവും എന്ന് പറഞ്ഞാൽ അത് കൈയടിച്ച് പാസ്സാക്കി. ഇത് വലിയ സ്ഥലങ്ങളിൽ ഇത്രയും കൂടി വലിയ ക്ലാസ്സുകളിലേക്ക് വന്നാൽ ഈ പ്രശ്നമുണ്ട്. ഞാനൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. അവിടെ റെക്കോർഡ് റൈറ്റിംഗ് ഉണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ റെക്കോർഡിൽ എഴുതുന്നത് എന്താ അറിയോ? ബ്രഷ് വരയ്ക്കണം, എന്നിട്ട് ബ്രസിൽസ്, ഹാൻഡിൽ, ഷോൾഡർ, ഒരു സ്പൂണ് വരയ്ക്കണം. അതിൻ്റെ പിടുത്തം എവിടെയാണ്, ഹാൻഡിൽ എവിടെയാണ്, ഷോൾഡർ എവിടെയാണ്, അതിൻ്റെ ലിഫ്റ്റിംഗ് ഏരിയ എവിടെയാണ്. ഇതറിയാത്ത ഈ മണ്ടന് ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ എവിടെയാണ് പിടിക്കേണ്ടതെന്ന്. അപ്പം ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുവാണ്. ഞങ്ങൾക്ക് റെക്കോർഡൊക്കെ ഉണ്ട് അല്ലേ, ഞങ്ങളുടെ ക്ലാസ്സിൽ റെക്കോർഡൊക്കെ എഴുതണം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുവാണ്. നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് പ്രാക്ടിക്കൽ ലൈഫിലേക്കുള്ള ഇംപ്ലിമെൻറ്റേഷനാണ്. എൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇതിനെ പേഴ്സണലൈസ് ചെയ്യുമ്പോൾ ഒരു അപ്പാർട്ട് ഫ്രം ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജിനെ വിട്ട് ഒരു ലേമാനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് ടെക്നോളജിയെ പറ്റി ഒന്നും അറിയില്ല. ഞാനിവിടെ ഫീസ് കുത്തി കഴിഞ്ഞാൽ ഇടുക്കിയിലും മറ്റൊരു ജനറേറ്ററോട് അടിച്ചു പോകും, അത്രയും നോളജാണ് എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് അഡോപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് മൈ കിഡ്സ് ആർ ഗ്രോയിങ്. അപ്പോൾ അവരായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യണമെങ്കിൽ, അല്ല ടൈം ടേബിളിൻ്റെ കാലൊടിഞ്ഞു എന്നിട്ട് കാശ് വാങ്ങി കൊണ്ടുപോകുന്ന പിള്ളേരാണ്. അപ്പം അവരുടെ അടുത്ത് അവർ പറയുന്ന ടെർമിനോളജികൾ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആസ് എ പാരൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് ചെയ്തു തരാൻ പറ്റുക? അത് ഒരു സെപ്പറേറ്റ് സെഗ്മെൻ്റാണ്. ഒന്ന് നേരത്തെ ചോദിച്ചത് ഇതെന്താ വെച്ചാൽ സൊസൈറ്റിയിൽ പല ഗ്രൂപ്പ്സ് ഉണ്ട്, പല സ്ട്രാറ്റാസ് ഉണ്ട്. ഞാൻ നേരത്തെ സംസാരിച്ചത് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, അതിലെന്ത് മാറ്റം വരുത്തുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ പറയുന്നത് സ്കൂളൊക്കെ കഴിഞ്ഞ് ആ പ്രായത്തിൽ കുട്ടികളുള്ള നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം കാണാൻ പറ്റുന്ന യൂട്യൂബ്. ചോദിക്കട്ടെ, അതെ, നിങ്ങൾ യൂട്യൂബിൽ എന്തൊക്കെയാണ് കാണാറ്? പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം, മീൻകറി എങ്ങനെ വെക്കാം, ഇതായിരുന്നു ആദ്യം. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട, കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി തുടങ്ങി. അപ്പോൾ നമുക്ക് കുറച്ച് നിങ്ങളുടെയൊക്കെ വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെയുള്ള കുറച്ച് ഇതിലെന്താണെന്നറിയോ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ദിനംപ്രതി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചോയ്സുകളുടെ സമ്മാണ് നമ്മൾ, അല്ലേ? ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ ആണല്ലോ പറയുന്നത്. അതായത് സ്ഥിരമായിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്നത് എന്താണ് നമ്മൾ നിരന്തരമായിട്ട് കാണുന്നത്, എങ്ങനെയാണ് നല്ല ആരോഗ്യം ഉണ്ടാകുന്നത്? സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം,
ഒരു ദിവസം പോയിട്ട് എല്ലാം കൂടെ ചെയ്തിട്ട് കാര്യമില്ല, സ്ഥിരമായിട്ട് ചെയ്യണം, കൺസിസ്റ്റൻസി ആയിട്ട്. അപ്പോൾ യു ആസ് എ പാരന്റ് അടുത്ത ജനറേഷൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എല്ലാം കൂടെ പഠിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ നാളെ ഒബ്സലീറ്റ് ആവും. അപ്പോൾ നാളെയും പഠിക്കണം, മറ്റന്നാളെയും പഠിക്കണം. എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും കാലം ഒരു ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ജീവിതത്തിൽ കൊണ്ടുവരിക. പിന്നെ ഇമ്മീഡിയറ്റ് നോയ്സുകളെ ഫിൽട്ടർ ചെയ്യുക. ഇമ്മീഡിയറ്റ് നോയ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ചില സമയത്ത് നമ്മൾ അനാവശ്യത്തിന് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന പൊളിറ്റിക്കൽ ന്യൂസസ് ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതിൻ്റെ അപ്പുറത്തേക്ക് തിങ്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാനസിക പക്വത നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇതൊക്കെ ഒരു നോയ്സ് മാത്രമാണ്, ഇതിപ്പോൾ ഉള്ളതാണ്, ഇത് കഴിഞ്ഞാലും ലോകം ഉണ്ടാകും, അന്ന് എന്തായിരിക്കും എന്നുള്ളത്. കാരണം ഇത് എൻ്റെ ഒരു പേഴ്സണൽ സാധനം പറയാം കേട്ടോ. 2018 ഫ്ലഡ് ഉണ്ടായില്ലേ, ഫ്ലഡ് ഉണ്ടായപ്പോൾ എൻ്റെ വീട് വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഒരു നിയർലി ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു 70% ഒക്കെ വെള്ളത്തിനടിയിലായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് വെള്ളം കയറുകയാണ്. അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ബേസിക്കലി ഞാൻ ഉണ്ടാക്കിയ വീടാണ്. അതായത് അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ആ വെള്ളം കയറുന്നത്, ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഭയങ്കരമായിട്ട് ഒരു ഡിപ്രസ്ഡ് മൈൻഡായി. പിന്നെ ആകാശത്തൊക്കെ നോക്കുമ്പോൾ ആകാശം ഇരുട്ടാണ്, എല്ലാമാണ്. പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിച്ചത് എന്താ വെച്ചാൽ, ഈ ഇരുട്ട് മാറും, പകല് വരും, സൂര്യൻ തിരിച്ചു വരും, ഈ വെള്ളം ഇറങ്ങും. ഇതൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ, കാരണം എല്ലാ കാലത്തും എന്തുണ്ടാവുന്നുണ്ട്, മൺസൂൺ ഉണ്ടാവുന്നുണ്ട്, സമ്മർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചാക്രികമാണ് അല്ലേ, ലൈക്ക് സൈക്ലിക്കലാണ്, കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ട്, എന്ത് ഒന്നും ശാശ്വതമല്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് നോയ്സസ് അതൊരു നോയ്സാണ്. ആ ഒരു ഫിൽറ്ററിങ്ങിന് നമ്മൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിനോട് പറയണം, ആ ഫിൽറ്ററിങ് ചെയ്യണം. ഇമ്മീഡിയറ്റ് നോയ്സസ് അത് നോയ്സാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത കണ്ടൻറ്റ് കാണുമ്പോൾ നമുക്ക് അതിൽ വെറുതെ ലയിച്ചിരിക്കാൻ തോന്നുന്നത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പം നടക്കുന്ന എല്ലാ പൊളിറ്റിക്കൽ ന്യൂസസോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അത്ര അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഒരാവശ്യമില്ല. കാരണം അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ വിഷയമല്ല, ടോപ്പിക്കല്ല. കുട്ടികളുടെ ടോപ്പിക്കിൽ നമുക്ക് അപ്ഡേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്ന ടെക്നോളജി ടേംസ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ആ മേഖലയിൽ നിരന്തരം ആ മേഖലയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, നിങ്ങൾക്ക് കണക്ഷൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ പുതിയത് മനസ്സിലാവാൻ ഭയങ്കര പാടായിരിക്കും. നേരെ മറിച്ച് പൊളിറ്റിക്കൽ കാര്യം അങ്ങനെയല്ല, അത് എല്ലാ കാലത്തും ഓരോ പുതിയ പ്രശ്നമായിരിക്കും. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്പം തുടങ്ങിയാൽ മതി. ഇതങ്ങനെയല്ല, ഇത് നിങ്ങൾ വൺസ് അതിൻ്റെ സ്ട്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു കയറാൻ നല്ല പാടാണ്, ഭയങ്കര. അതായത് ഒരു മര്യാദയ്ക്ക് ഒരു 2 ആഴ്ച ഈ മേഖലയിലെ അപ്ഡേറ്റുകൾ നോക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രാകൃതനായത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. കാരണം അത്രയും അപ്ഡേറ്റുകൾ ഈ മേഖലയിൽ നിരവധി വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ അംശമെങ്കിലും നിരന്തരം അത് ശ്രദ്ധിക്കാൻ നോക്കുക. മലയാളത്തിലെ കണ്ടന്റ് കുറവുള്ളൂ, ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഒരു സജഷൻ എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോട് കൊടുക്കാനുള്ള ഒരു സജഷൻ എന്തായിരിക്കും? ലൈക്ക് നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരുത്തേണ്ടത് എന്തായാലും അത്യാവശ്യമാണ്, അതെല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. ബിക്കോസ് ഇപ്പം ഒന്ന് ഈ പറയുന്ന നമ്മുടെ സറൗണ്ടിങ് സോഷ്യൽ മീഡിയ ആയാലും നമ്മുടെ ടെക്നോളജി പരമായിട്ടുള്ള എല്ലാം പൊല്യൂട്ടഡ് ആണ്, ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, നോയ്സ് കട്ട് ചെയ്യാൻ. അപ്പോൾ ആ പൊല്യൂഷനിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവുക എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. ലൈക്ക് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സജഷൻ? അതിന് ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇപ്പോൾ ജോബ് എന്താണോ ചെയ്യുന്നത്, ഇപ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ, പല ഐഡൻറ്റിറ്റികൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് നൽകുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആസ് എ പാരൻറ്റ് അത് അടുത്ത ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഐഡൻറ്റിറ്റിനെയും ബന്ധപ്പെട്ടിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഈ നമുക്ക് എല്ലാവർക്കും ഒരു അന്വേഷണത്വര ഉണ്ട് കേട്ടോ, എല്ലാത്തിനും നമുക്കൊരു ആ ത്വരയുണ്ട്. അപ്പോൾ ആ ഒരു സെർച്ച് ഫോർ നോളേജ് ഉണ്ടല്ലോ, അതിനെ എക്സൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ജോബ് ചെയ്യുകയാണെന്ന് വെക്കുക, നിങ്ങളുടെ ജോബിൽ എങ്ങനെയൊക്കെയാണോ ടെക്നോളജി മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് വെറുതെ ഗൂഗിൾ ചെയ്താൽ ആൻസറുകളുണ്ട്. പിന്നെ വൺസ് അത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുകയെന്ന് വെക്കുക, നമ്മൾ വിചാരിക്കും ഒരു വാതിലും ഇല്ലയെന്ന്. പക്ഷേ ഒന്നാമത്തെ വാതിൽ തുറന്നാൽ അടുത്ത വാതിലുകൾ കാണും, അടുത്ത വാതിലുകൾ കാണും, പിന്നെ അതിലൊരു രസം കയറും. പക്ഷെ അത് ഒന്നാമത്തെ വാതിൽ തുറക്കാൻ അപ്രോച്ച് എടുക്കാത്ത ആൾക്ക് ഒരിക്കലും അടുത്ത വാതിലുകൾ കാണില്ല. ഈ കാര്യം ഇപ്പം ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന ഒരാൾ, ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അയാളുടെ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് ജനറലി ചിന്തിക്കാം. ഇപ്പോൾ ഇന്ന ബിസിനസ് ഉണ്ടാവില്ല, അല്ല ഇനി അടുത്തത് എന്ത് ചെയ്യാം. ഓരോ ജോലിയിലും കുറേ ജോബ് റോളുകൾ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഉമർ
ഇഡാപ്റ്റിൻ്റെ CEO ആണ്. അപ്പോൾ എനിക്ക് കമ്പനിയുടെ വിഷൻ സെറ്റ് ചെയ്യണം, കമ്പനിയുടെ റിസർച്ച് എങ്ങനെയാണ് പോകുന്നത് നോക്കണം. എൻ്റെ കമ്പനിയിൽ ഭാവിയിൽ ഈ മേഖലയിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റാണ്, എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിലെ പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ഇനിയത്തെ ട്രെൻഡുകൾ എന്തായിരിക്കണം, പ്രത്യേകിച്ച് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആവശ്യമായത്, ഭാവിയിൽ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നത്. ഭാവിയിൽ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ സ്കൂളിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെക്കുക. സ്കൂളിങ്ങിലൊരു കാര്യമുണ്ട്, ഈ കുട്ടി നാളെ മറ്റന്നാളെ ജോബ് മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല. ഈ കുട്ടി ഒരു 7-8 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ജോബ് മാർക്കറ്റിലേക്ക് എത്തുക. അപ്പോൾ അന്നും റെലവെന്റ് ആകുന്ന കാര്യങ്ങളെയാണ് ഇന്ന് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഇന്നത്തെ റെലവൻസ് ഗോൾ വേണം. അപ്പോൾ ആ ഗോളിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ റിസർച്ച് അവിടെ ഉണ്ടാവുക. അതായത് ഒരു 7-8 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഡിമാൻഡ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് എന്ത്. അപ്പോൾ എന്താണോ സ്റ്റേബിൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. അതേസമയം കുട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജിങ് വേണം. അതായത് ഇപ്പോഴത്തെ നിന്ന് അങ്ങോട്ടുള്ള ബ്രിഡ്ജിങ്ങും സെറ്റ് ചെയ്യണം. അല്ലാതെ നേരിട്ടിട്ട് അന്നത്തെ മാത്രം പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ജനറൽ ഓറിയൻറ്റേഷൻ പോവുക. ഇതൊരു ഭാഗം. 2, നമുക്ക് തന്നെ എന്തുണ്ട്, ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പോലെയുള്ള പ്രോഗ്രാമുകളുണ്ട്. അതായത് ഇങ്ങനത്തെ AI ടൂളുകളെ നമ്മൾ ജോബ് സ്പെസിഫിക് ആയിട്ട് ലെവറേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എങ്ങനെ AI ഉപയോഗിക്കാം, കോപ്പി റൈറ്റിംഗിൽ എങ്ങനെ AI ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബിസിനസ് പർപ്പസസിന് എക്സലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ട്രെയിനിങ്ങിൽ ഉപയോഗിക്കാം. ഡെഫിനറ്റ്ലി പറ്റും, 100%. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്തായാലും നേരിട്ട് അത് ഫീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓരോ സെഗ്മെന്റിനും എൻ്റെ CEO എന്നുള്ള റോളിനകത്ത് ഞാൻ എപ്പോഴും ഒരു ചീഫ് റിസർച്ചറും കൂടെ ആവണം. എൻ്റെ കമ്പനിയുടെ ഡിറക്ഷൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജോബ് റോളിനകത്ത് വരുന്ന ഒരുപാട് ടാസ്കുകളെ ഡൈസെക്ട് ചെയ്തിട്ട് അതിലൊക്കെ ഞാൻ എന്നും തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ പണി ചെയ്താൽ മതി. അതായത് നമ്മൾ ദിനംപ്രതി എക്സാക്ട്ലി നമ്മൾ ദിനംപ്രതി എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. എനിക്ക് കുറച്ച് നേരമായിട്ട് നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഉമ്മറായി മാറിയത്? കാരണം എന്താ വെച്ചാൽ താങ്കളും വരുന്നത് ഒരു സാധാരണ വില്ലേജിൽ നിന്നായിരിക്കും. ഇപ്പം 18 ഫ്ലഡ് വീട്ടിൽ കയറി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി യു ആർ നോട്ട് ഇൻ എ മെട്രോപൊളിറ്റൻ സിറ്റി, യു ആർ ഇൻ എ വില്ലേജ് ഏരിയ അല്ലേ. ആ ഭാഗത്തൊക്കെ ആയിരുന്നു ഫ്ലഡ് കൂടുതലും വന്നത്. സിറ്റിയിലുണ്ട്, ഇല്ല എന്നല്ല. ഒരു സാധാരണ ഒരു ഉമർ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ തുടക്കത്തിൽ. ഒരു സാധാരണക്കാരൻ ഉമറിൽ നിന്ന് ഒരു ടെക്കി ഉമറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു CEO ഉമറായിട്ടുള്ള ആ ജേണിയിൽ ഫ്ലഡ് കയറുന്ന സമയത്തും CEO ഉമറാണ്. പക്ഷേ ലൈക്ക് ഫ്രം യുവർ സ്കൂളിംഗ് എടുക്കുകയാണ്. താങ്കൾ പഠിച്ചത് ഏത് സ്കൂളിലാണ്? ഞാൻ 3-4 സ്കൂളുകളാണ്, ഒരു സ്കൂൾ മാത്രമല്ല. എന്നാലും ഏത് ടൈപ്പ് ഓഫ് ലൈക്ക് പ്രൈവറ്റ് സ്കൂൾസ്? ഓക്കെ. അന്നോട്ടേ +2 മാത്രം ഗവൺമെന്റ് സ്കൂളിലാണ്. അന്നോട്ടേ ടെക്നോളജി പരമായിട്ട് മുന്നോട്ട് പോയിരുന്നോ, അല്ലെങ്കിൽ താങ്കൾക്കൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ? വാട്ട് മെയ്ഡ് യു? എനിക്ക് 10ാം ക്ലാസ്സിലേ ആകെ A+ ഉണ്ടായിരുന്നത് IT-യിലാണ്. ബാക്കിയെല്ലാം അതർ മാർക്സ് ആണ്. പക്ഷേ ജനറലി നമ്മളെന്താ വിചാരിക്കുക, ഇന്ന് എല്ലാവർക്കും 10ൽ A+ ഇതിൽ കിട്ടും കേട്ടോ, IT-യിൽ കിട്ടും. അതാണ് അല്ല, അത് ജനറൽ, കാരണം അത്രേ ഉള്ളൂ ആ പരീക്ഷ. അപ്പോൾ അന്നത്തെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു എക്സ്പെർട്ടാണെന്നാണ് അന്നത്തെ ഒരു അസംഷൻ. അപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്തെടുക്കണം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ്, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. കാരണം ഇത് A+. പിന്നെ എന്താ പറയുക, അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് രണ്ടും ഒരു ബന്ധമില്ല, ഒരുപാട് ബന്ധമുണ്ട്. പക്ഷേ എൻ്റെ ഗ്രാജുവേഷൻ IT-യാണ്. പിന്നെ ഞാൻ പഠിച്ചതും കാര്യങ്ങളെല്ലാം ചെയ്തത് സിവിൽ സർവീസ് മേഖലയിലാണ്. സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടാണ് ശരിക്കും എൻ്റെ ഒരു കൈൻഡ് ഓഫ് റെവലേഷൻ പീരീഡ് അതാണ്. അതായത് എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്ന കാലം. നമ്മളെ ഏറ്റവും വലിയ അറിവ് എന്താണെന്ന് ചോദിച്ചാൽ തിരിച്ചറിവാണ്. ഒരുപാട് അറിവല്ല, തിരിച്ചറിവാണ് പ്രധാനം എന്ന് പറയുമല്ലോ. അപ്പോൾ അതുവരേക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് തർക്കിക്കുന്ന ആളായിരുന്നു. ഒന്നാമത് കുറച്ചൊരു നീളമൊക്കെ കുറവുള്ള മനുഷ്യനാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടെ നമ്മളെ കുറവുകൾ എന്താണോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നാവിന് കുറച്ചും കൂടെ ബലം വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് എന്താ പറയുക, ആർഗ്യൂ ചെയ്യും, എല്ലാം ചെയ്യും. അങ്ങനത്തെ കാരണം എന്താ വെച്ചാൽ നമുക്കൊരു അങ്ങനെ തോന്നുന്നേ ഇല്ല. നിങ്ങൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പം മാറിയത്. അത് റീസൺ എന്താ വെച്ചാൽ അന്നത്തെ ഒരു വ്യൂ പോയിന്റ് എന്താ വെച്ചാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ മുഴുവൻ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നേരിടുക. അപ്പോൾ ഒരാൾക്ക് എപ്പോഴായിരിക്കും ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ ഉണ്ടാവുക? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ?
രണ്ട് രീതിയിലുണ്ട്. ഒരു ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. ചിലർ അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇപ്പോൾ എൻ്റെ ഒരു തിരിച്ചറിവ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അറിവ് എത്രമാത്രം കുറയുന്നോ അത്ര കൂടുതൽ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും. കാരണം അറിയുമെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണോ? അറിയാത്ത കാര്യങ്ങളെ മുഴുവൻ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് അളക്കുക. അപ്പോൾ ഇപ്പോൾ സ്പേസ് ഉണ്ടോ? അതൊന്നുമില്ല. എന്തിനായാലും വിശ്വസിക്കേണ്ടത്? കാരണം അത് എനിക്കറിയില്ല. ദൈവമുണ്ടോ? അപ്പോൾ ഭൂമി പരന്നതാ, ഈസി. കാരണം എന്താ? ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ കാണാത്തൊന്നുമില്ല. സ്പേസ് ഇല്ല. അതൊക്കെ തട്ടിപ്പാണ്. അത് നാസയുടെ തട്ടിപ്പാണ്, അമേരിക്കയുടെ തട്ടിപ്പാണ്. മറ്റേ ആ കൊടി കുത്തിയതിന്റെ ചർച്ച എപ്പോഴും തീർന്നിട്ടില്ല. അത് എന്താ വെച്ചാൽ, അപ്പോൾ നമുക്ക് എത്രമാത്രം അറിവ് കുറയുന്നോ അത്ര കൂടുതൽ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും. നേരെ മറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെയൊക്കെ അറിവിന് ഒരുപാട് പരിമിതിയുണ്ട്, നമ്മുടെയൊക്കെ അറിവിന് ഒരുപാട് എതിരുണ്ട്. അപ്പോൾ അറിവിന് അതിരും എതിരും ഉണ്ട്. അറിവില്ലായ്മയ്ക്ക് ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അഭിപ്രായങ്ങൾ കുറയും. അപ്പോൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാതെയാകും. കാരണം എന്താ വെച്ചാൽ പൊട്ടനാവും എന്നുള്ളത് മനസ്സിലാവുന്നതുകൊണ്ടാണ്. മറ്റേത് ഞാൻ പൊട്ടനാകാതെ എനിക്കേ മനസ്സിലാവണില്ലല്ലോ. അപ്പോൾ ആ പോയിന്റിൽ എനിക്ക് എല്ലാത്തിനെയും പറ്റിയ അഭിപ്രായമുണ്ട്. പിന്നെ അതൊരു ലിമിറ്റഡ് സോണിൽ പറയുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷെ പബ്ലിക്കിൽ പറയുമ്പോൾ നമ്മൾ പരിഹാസ്യനാവുന്നത് ആ പോയിന്റ് എന്നാണ്. അപ്പോൾ ഞാൻ പരിഹാസ്യനാവുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അഭിപ്രായങ്ങൾ കുറയാൻ തുടങ്ങി, ലിമിറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലാതെ ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ച് പറയാം, ജാതിയെക്കുറിച്ച് പറയാം, മതത്തെക്കുറിച്ച് പറയാം. അങ്ങനെ ഒരു മനുഷ്യനും കഴിയില്ല. നമ്മളൊക്കെ എല്ലാവർക്കും ഒരേ സമയമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എല്ലാത്തിലും എക്സ്പേർട്ട് ആവാൻ കഴിയില്ല. പക്ഷെ നമ്മളെ പ്രത്യേകത എന്താ? നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് അഭിപ്രായമുണ്ട്. ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു ചങ്ങാതി കമൻറ്റ് തൊഴിലാളികളുണ്ട്. അതായത് എന്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇരുന്ന് കമൻറ്റ് ചെയ്യണം. എന്നാൽ ഈ ചങ്ങാതിക്ക് ഇതിലൊക്കെ അഭിപ്രായം പറയാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം NVIDIAയുടെ CEO, അതുപോലെ അങ്ങനത്തെ കുറച്ച് പ്രധാനപ്പെട്ട ലോകത്തിലെ മുൻനിര ഡിസിഷൻ മേക്കേഴ്സ് കിട്ടും, അതായത് അവരെ മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ, അവർ പറഞ്ഞിട്ടുള്ള അസസ്മെൻറ്റുകളും റിവ്യൂസൊക്കെ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുത്തനല്ല ഒരുപാട് പേര്, ഞാൻ ജസ്റ്റ് ഒരു പോയിന്റിങ്ങിന് വേണ്ടി മാത്രം പറയാം. അവൻ വന്നിട്ട് പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോണില്ല, ഇപ്പം ഇത്രയേ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റില്ല. ബേസിക്കലി അവൻ്റെ ഒരു അസംഷൻ അതൊരിക്കലും നടക്കില്ല. അപ്പം അവൻ്റെ യോഗ്യത എന്താ? അവൻ്റെ യോഗ്യത നാട്ടിൽ പോസ്റ്റും ഇരുന്നിട്ട് ഓനും ഓൻ്റെ 4 ഫ്രണ്ട്സും 4 പേരും 10ാം ക്ലാസ് തോറ്റവർ ഓലിരുന്ന് ചർച്ച ചെയ്തു. എന്നിട്ട് ഓര് തീരുമാനിച്ചു എന്ത്? ഇത് ശരിയല്ല, നടക്കാനും പോകില്ല. ചിലപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് അമേരിക്കൻ്റെ ഫോറിൻ പോളിസി വരെ ഡിസ്കസ് ചെയ്യും എന്ന് കരുതിയിട്ട്. അതാണ് യാഥാർത്ഥ്യം. ഗ്രാമങ്ങളിൽ ഈ മര്യാദ മൂലകൾ എന്ന് പറഞ്ഞൊരു മൂലകളുണ്ടാവും. ഇപ്പം ഞങ്ങളുടെ നാട്ടിലുണ്ടത്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മളൊരു നിയമം തന്നെ വെച്ചിട്ടുണ്ട്. മീറ്റിംഗ് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകണം, അല്ലെങ്കിൽ ആദ്യം പോകാനായിരിക്കും ടോപ്പിക്. പിന്നെ അതുകൊണ്ട് മാത്രം എണീറ്റ് പോകാത്ത മീറ്റിംഗ് നമ്മള്. ഇതൊരു ഗംഭീര പോയിന്റ്. കാരണം എന്താ വെച്ചാൽ, ഞാൻ എന്താണ് ഒരു കഥ വായിച്ചു. ആ കഥയിൽ പറയുന്നത്, ഒരാൾ ബാർബർ ഷോപ്പിൽ പോയപ്പോൾ മുടി വെട്ടുന്ന ആളുകളുടെ പ്രത്യേകത അറിയാലോ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് അവർ ആളുകളിങ്ങനെ തലകൾ മാറിക്കൊണ്ടിരിക്കല്ലേ. അപ്പം എങ്ങോട്ട് പോകുന്നു ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനൊരു പള്ളിയിലേക്ക് പ്രയറിന് പോവാണ്, അപ്പം ഒന്ന് മുടിയൊക്കെ ഒന്ന് ക്ലീൻ. അപ്പോൾ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു. ബാർബർ ചോദിച്ചു, ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ദൈവം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്താ ഇവിടെ ഈ അക്രമങ്ങളും ഈ പ്രശ്നങ്ങളും ഈ ദാരിദ്ര്യവും പ്രോബ്ലംസൊക്കെ ഉണ്ടാകുന്നത്? ദൈവത്തിന് അതങ്ങൾ സോൾവ് ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉത്തരം മുട്ടി. കാരണം ദൈവത്തിന് അത് എല്ലാം നല്ലതുണ്ടാക്കിയാൽ പറയുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ മുടിവെട്ടൊക്കെ കഴിഞ്ഞ് പുറത്ത് പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇവിടെ ബാർബർമാരൊന്നുമില്ല ഈ നാട്ടിലെന്ന് ചോദിച്ചു. അപ്പോൾ ബാർബർ പറഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ബാർബറാണ്. നിങ്ങൾ ബാർബറൊന്നുമല്ല, അത് അവിടെ മുടി വെട്ടാതെ എത്രയോ ആളുകൾ നടക്കുന്നു. ഒരു ഭിക്ഷക്കാരനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ മുടി വെട്ടാതെ ഒരുത്തൻ നടക്കുന്നു, ഇവിടെ ഒരുത്തൻ താടി പഠിച്ചിട്ടില്ല, അപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ബാർബർമാരൊന്നും ഇല്ലെന്നു. അപ്പോൾ ഇയാൾ എടുത്ത വഴിക്ക് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അവന്മാരിങ്ങോട്ട് വരണ്ടേ? അവന്മാരിങ്ങോട്ട് വന്നാലല്ലേ എനിക്ക് മുടി വെട്ടാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെയാണ് ദൈവം എവിടെയാണെങ്കിൽ അയാളുടെ അടുത്തോട്ട് പോകണ്ടേ, അപ്പോഴല്ലേ ദൈവത്തെ ഫീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ പോലെ. ടെക്നോളജി നടക്കുമോ നടക്കില്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ടെക്നോളജിയുടെ അടുത്തോട്ട് പോകണ്ടേ. എനിക്ക് ഇന്ന് കിട്ടിയ വലിയൊരു ഇൻസൈറ്റാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മളിതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കാതെ ഇതിനൊരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കും. നമുക്ക് ആദ്യമുള്ളത് അസംഷൻസ്. ആ അസംഷൻസ് ഫോം ചെയ്യുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ എന്നാണ്. ഇത് രണ്ടും കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അസംഷൻസ് ബൗണ്ട് ടു ഫെയിൽ ആണ്. ഡെഫിനറ്റ്ലി. അപ്പോൾ അതൊന്ന് അസംഷൻസ് മേക്ക് ചെയ്തിട്ട് ലോകത്തൊന്നും നടക്കുന്നില്ല എന്ന് വരുത്തി തീർത്തിട്ട് എന്തിന്? അതൊരു തോൽവിയാണ്. അപ്പോൾ ഈ ചങ്ങാതിമാർ തോൽവിയാവുക ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഡെയിലി ജോലിയായിട്ട് എടുക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? ഞാൻ പല കമൻറ്റും വായിക്കുമ്പോൾ നമുക്ക് കമൻറ്റ് കണ്ടാലറിയാം, ഓന് വേറെ പണിയില്ല,
അവൻ്റെ മെയിൻ പണി ഇതാണ്. 100%. കാരണം എനിക്ക് എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുത്തന്നെ എഴുതി കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു. വല്ല പണിക്കും പൊക്കോളാണ്. 21 കൊല്ലമായി ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. ആ വർക്ക് എക്സ്പീരിയൻസിൻ്റെ അത്ര പ്രായം പോലും ഉണ്ടാവില്ല ആ കുട്ടിക്ക്. അതിൻ്റെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ കാണുമ്പോൾ അവൻ എഴുതി വെച്ചിരിക്കുക വല്ല പണിക്കും പോകും. ഞാൻ 13 രാജ്യങ്ങളിൽ ജോലി ചെയ്ത ആളാണ്. കഴിഞ്ഞ 21 വർഷമായിട്ട്. ഈ 19-ാം തീയതി ഞാൻ 20 വർഷം കംപ്ലീറ്റ് ചെയ്യാണ് ട്രെയിനിങ്ങിൽ. അതിൽ ലുലുവിൻ്റെ സൗദി റീജിയൻ ട്രെയിനിങ് ഉണ്ടായിരുന്നു. മാരിയറ്റ്സിൻ്റെ സ്റ്റാഫായിരുന്നു. പിസ്സ ഹട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലാണ് പഠിച്ചത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം അവസാനിപ്പിച്ച് റിട്ടയർഡായി ഇപ്പം ഞാനൊരു എൻ്റേതായിട്ടൊരു ചെറിയൊരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി വെച്ചപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ വീഡിയോസ് ഇപ്പോൾ പണിക്ക് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ് വളരെ കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റായി. അതെന്താണെന്നറിയോ, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ നമുക്ക് ഒരു സ്പേസ് തരുന്നുണ്ട്. അതായത് ആർക്ക് വേണമെങ്കിലും ആരെയും കയറിയിട്ട് തെറി വിളിക്കാം. ഡെഫിനറ്റ്ലി. ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിൽ പോയിട്ട് വിളിക്കാം. മുന്നേ അങ്ങനെയല്ലല്ലോ. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവം. നമ്മൾ ലൈക്ക് അങ്ങ് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സീരിയസ് ആവണം എന്ന് കരുതിയിരുന്നൊരു പോയിന്റ് നിന്ന് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒരു കോമൺ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കി. ആർക്ക് ആരെ വേണമെന്നുണ്ടെങ്കിലും എന്തും ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി. അവിടെ ഒരു മെച്യൂരിറ്റി നമ്മുടെ ഓഡിയൻസിന് ലാക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത്ര മെച്യൂർ അല്ലാത്ത ഒരു ഓഡിയൻസിലേക്കാണ് ഇത്തരം ടൂളുകളെല്ലാം വന്നത്. അപ്പം നമുക്ക് ആളുകളുടെ പെഡിഗ്രി ഒന്നും നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണില്ല. അതിന് നമുക്ക് ടൈമില്ല. നമുക്ക് അഭിപ്രായങ്ങൾ മേക്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അഭിപ്രായങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കണം. നമുക്ക് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് എനിക്ക് തോന്നുന്നു പാസ്റ്റ് ടെൻസിലും പ്രസന്റ് ടെൻസിലായിരുന്നു. ഇനി നമുക്കൊന്ന് ഫ്യൂച്ചർ ടെൻസിലേക്ക് പോയാലോ? എന്തായിരിക്കും ഈഡിറ്റിൻ്റെ ഫ്യൂച്ചർ? ലൈക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു 8 വർഷം 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞ പോലെ. സോ ഇഡാപ്റ്റ് എന്താ ഇനി ചെയ്യുന്നത്? എന്താണ് ഇഡാപ്റ്റിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? Okay. I'll take like after 10 years. 34. അത്രയും ലോങ് ടേമിൽ തിങ്ക് ചെയ്യാൻ എനിക്ക് പേടിയാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ടെക്നോളജി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ലോങ് ടേം വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചാലും അത്തരം മാറ്റങ്ങളുടെ കൂടെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി ഓഫ് പ്രോബ്ലം സോൾവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ബേസിക്കലി എപ്പോഴും ഒരു സോഷ്യൽ കാറ്റലിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്ന ഒരു ചാലകശക്തിയായിട്ട് നമ്മൾ മാറാം. ഇപ്പോൾ ഇഡാപ്റ്റ് എന്താ ചെയ്യുന്നത്? ആൾക്കാർക്ക് ഇന്നൊരു ടൂൾ വേണം, ടെക്നോളജി എന്നുള്ള ഒരു ടൂള്, അതിന് ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക. ആ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടൂളിനെ ലെവറേജ് ചെയ്തിട്ട് നാട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. നാട്ടിൽ സോൾവ് ചെയ്യാത്ത ആയിരക്കണക്കിന് പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ നാട്ടിലൊന്നും നടക്കൂല എന്ന് പറയുന്നത് നാട്ടിൽ പലതും നടക്കാതെ നമ്മൾ കണ്ടതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അൺസോൾവ്ഡ് ഇഷ്യൂസാണ്. അതൊക്കെ സോൾവ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം സോൾവേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. അവർ ഹൈലി അഡാപ്റ്റബിൾ ആവുക. ഇപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഒരുപാട് ടെക്നോളജി ഡിസ്റപ്ഷൻസ് നടക്കുന്നുണ്ട്. ഈ കാലത്ത് എന്താണ് പഠിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും ഞാനും ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ റെസിലിയൻസ് ബിൽഡ് ചെയ്യാം, അഡാപ്റ്റബിലിറ്റി ഒരു കോർ വാല്യൂ ആക്കി മാറ്റുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടതാണ് ലോകം എന്നുള്ള അസംഷനിൽ അടുത്ത 30-40 കൊല്ലം നമുക്ക് വരുമാനമൊന്നും കിട്ടില്ല. അപ്പോൾ 30-40 കൊല്ലം കഴിഞ്ഞാലും ഇഡാപ്റ്റ് റെലവൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇഡാപ്റ്റ് ഷുഡ് ബി വെരി ഫ്ലെക്സിബിൾ. പക്ഷേ മാറ്റത്തിനനുസരിച്ച് എക്സാക്ട്ലി. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു കമ്മ്യൂണിറ്റി ഓഫ് പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കും, ഹൈലി അഡാപ്റ്റബിൾ ആയിരിക്കും. ഇന്ന് ചെയ്യുന്ന മെത്തേഡ്സ് തന്നെ നാളെ വർക്കാവുന്ന ഒരു പ്രതീക്ഷയില്ല. ഇത് ഇന്നത്തെ മെത്തേഡ്സ് ആണ്, ഇത് ഇന്നത്തെ ശരിയാണ്. ഇപ്പോഴത്തെ ടെക്നോളജി പരമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ റെലവൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഇതിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ജോഗ്രഫിയുടെ പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇപ്പോൾ ഇത് കേരളത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് ഇതാണ് വേണ്ടത്, ഇവിടെ ഇതാണ് വേണ്ടത്. മറ്റൊരു സിറ്റിയിൽ മാറുകയാണെങ്കിൽ ഇതാവില്ല വേണ്ടത് വരിക. അപ്പോൾ ആ അഡാപ്റ്റബിലിറ്റി ഉണ്ടാകും. അല്ലാതെ ഞാൻ എവിടെ പോയാലും ഞാൻ ഇതാണ് അല്ല, അങ്ങനല്ല. നാടോടുമ്പോൾ നടുവേ ഓടുക അല്ലേ? അപ്പോൾ ആ മാറ്റങ്ങൾക്കൊപ്പം നമ്മൾ മുന്നേറണം എന്നുള്ളത് നമ്മുടെ ഒരു വിഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു അഡാപ്റ്റബിലിറ്റി ഇഡാപ്റ്റ് എന്നുള്ള പേരെന്താണെന്നറിയോ? ഈ ഡാപ്റ്റാണ്, എഡ്യൂക്കേഷനെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ അഡാപ്റ്റബിലിറ്റിയാണ് ഞങ്ങളുടെ ഒരു കോർ വാല്യൂ. അതായത് ആ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന, ആ മാറ്റങ്ങളുടെ മുൻനിരയിൽ നിൽക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും ഇഡാപ്റ്റ് 10 കൊല്ലം കഴിഞ്ഞാലും എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സിവിൽ സർവീസിൽ നിന്ന് ഇഡാപ്റ്റിലേക്ക് അവിടെ ഒരു ട്വിസ്റ്റ് കഥയുണ്ടല്ലോ, കുറച്ച് കഥകൾ കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് എന്താണ് ആ ഒരു ട്വിസ്റ്റിൻ്റെ കാരണം? ഞാൻ IT ആണ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞല്ലോ. അല്ല, ആദ്യം ഞാൻ BTech ആയിരുന്നു, BTech കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പിന്നെ ചില പ്രത്യേക കാരണങ്ങളാൽ BTech ഡ്രോപ്പ് ചെയ്തിട്ട്
BSc ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്തത്. ഓ ശരി. അപ്പോൾ ബേസിക്കലി IT ഗ്രാജുവേറ്റ് ആണ്. IT കഴിഞ്ഞപ്പോൾ അന്ന് ആ പീരീഡിലാണ് സിവിൽ സർവീസസ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടീനേജേഴ്സിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ 20s സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈഫിലൊരു ഫോക്കസും ഉണ്ടാവില്ല. എന്ത് കണ്ടാലും അതിലേക്ക് ചാടാൻ തോന്നും. അപ്പം നമുക്ക് മേജറായിട്ടുണ്ടാവുക ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. അതായത് നാട്ടിൽ 4 ആളെ ഇടയിൽ നമുക്ക് ഇനി ഒരു വില വേണം. കാരണം കറൻ്റ് പുല്ല് വിലയാണ്. അപ്പം ആ വിലയൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അത് നമുക്ക് തന്നെ ഒരു ഫീല് വേണം, നമുക്കേ വേണം. അപ്പോൾ ഞാൻ സിവിൽ സർവീസ് പഠിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ വീട്ടിലും നാട്ടിലൊക്കെ എന്തായി ഒരു കുറച്ചൊരു എലവേഷൻ കിട്ടിയില്ലേ. എൻ്റെ ഉപ്പൊക്കെ കളിയാക്കി പറഞ്ഞത് ഈ ചെല്ല് ഒരു LD ക്ലർക്കെങ്കിലും ആവുക, അല്ല കളക്ടറില്ല LD ക്ലർക്കെങ്കിലും ആവുക എന്നുള്ള ഒരു മോട്ടിവേഷനാണ്. ഞാൻ അതുപോലും ക്രെഡിറ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം മൂപ്പര് കളിയാക്കിയതാണ്, പക്ഷെ ഞാനത് ക്രെഡിറ്റ് ആണ്. കാരണം എന്താ, ഇതുവരെ ഒന്നിനും കൊള്ളൂല എന്നാ മൂപ്പര് പറഞ്ഞതിൻ്റെ. അപ്പോൾ അതൊന്നൊരു അപ്ഗ്രേഡ് ആണല്ലോ, LD വരെ എത്തിയല്ലോ. അപ്പോൾ പിന്നുള്ളതെല്ലാം ബോണസ്. അതായത് നമ്മൾ പറയില്ലേ, ചില സിനിമ കാണാൻ പോകുമ്പോൾ പ്രതീക്ഷകളുടെ അമിതഭാരം ഇല്ലാണ്ട് കണ്ടാൽ ഇഷ്ടപ്പെടും. അതുപോലെ നമ്മളുടെ ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കാരണം അതുവരെ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥയെന്നാണ്. നമുക്ക് നമ്മളെ പറ്റിയില്ല. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്, എല്ലാ പരിപാടിയിലും കൈവച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ മക്കളെ ചെയ്യണ്ടെന്ന് പറയേണ്ടത്. കാരണം ഇതൊക്കെ പെട്ട് പഠിച്ചതുകൊണ്ടല്ല, അത് വെറുതെ അഭിപ്രായം പറയാൻ വേണ്ടി മാത്രം പറയല്ല. ഇതിൻ്റെ ഒരു കോറിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ജയിക്കാനുള്ള സാധ്യത കുറയും. അതിൽ ഒരുപാട് മറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഭയങ്കര ഇമോഷണൽ ഡ്രിവൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തീരെ പറ്റിയ പരിപാടിയല്ല. ട്രേഡിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു കൈൻഡ് ഓഫ് പോൺസി സ്കീമാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങുന്ന പോയിന്റുകൾ ഡിഫറെൻറ്റ്. അപ്പോൾ ഈ സിവിൽ സർവീസസ് മേഖലയിൽ എത്തിയപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വായിക്കാനും അറിയാനും ഒക്കെ തുടങ്ങി. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ അഭിപ്രായങ്ങൾ കുറച്ചും കൂടെ പരിമിതപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതും, ഞാൻ എൻ്റെ തന്നെ ഒരു കൊക്കോണിൻ്റെ അകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതും, ഞാൻ ജീവിക്കുന്ന നാട് പോലും എൻ്റെ ആശയങ്ങളുടെ മേലെ ലിമിറ്റഡ് ആണ് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങുന്നത് ഒരു തിരിച്ചറിവ് ആ ഒരു പോയിന്റ് എന്നാണ്. പിന്നെ ആ പോയിന്റ് അഗൈൻ സിവിൽ സർവീസ് മേഖലയിലെത്തി അവരും ബയാസ്ഡ് ആണ്. ലൈക്ക് ആ മേഖലയിൽ പ്രിപ്പയർ ചെയ്യുന്നവരും ബയാസ്ഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നത് അവർ മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് അവർ ലൈക്ക് അതാണ് ഏറ്റവും വലിയ കരിയർ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുമല്ല. ഒരു പ്രൗഡ് ഫീൽ ആണ്. മറ്റേ ഈ വിക്രമാദിത്യൻ സിനിമ ഇറങ്ങിയിരുന്നു ദുൽഖർ സൽമാൻ്റെ. അപ്പൊ മൂപ്പര് ആ വരുന്ന 2ാം വരവുണ്ടല്ലോ, അതാണ് എല്ലാവരും എന്ത് കാണുന്നത്, ഹീറോയിസം. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പം അതൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പീരീഡിൽ തന്നെ എനിക്കത് 25 വയസ്സായപ്പോഴേക്കും ഞാൻ ആ പ്രിപ്പറേഷൻ നിർത്തി. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പ്രിലിമിനറി മെയിൻസ് എല്ലാം പാസ്സായി ഫൈനൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അന്ന് എനിക്ക് 4 മാർക്കിനെ കണ്ടാണ് സർവീസ് മിസ്സായത്. നെക്സ്റ്റ് അറ്റംപ്റ്റിൽ 1 മാർക്കിന് ഇൻ്റർവ്യൂ കോൾ മിസ്സായി. നെക്സ്റ്റ് അറ്റംപ്റ്റിൽ 4 മാർക്കിന് ഇൻ്റർവ്യൂ കോൾ മിസ്സായി. എല്ലാ തവണയും പ്രിലിംസ് ഒക്കെ പാസ്സായിരുന്നു. 3 പ്രാവശ്യം. 25 വയസ്സായപ്പോഴേക്കും ആ പരിപാടി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാന അഡ്വാൻറ്റേജ്. നിർത്തിയിട്ടാണ് ഇഡാപ്റ്റ് തുടങ്ങുന്നത്. ലൈക്ക് ആ പീരീഡിലാണ് ഇഡാപ്റ്റ് തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്യൂറിങ് ദാറ്റ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ കുറച്ച് നമുക്കൊരു എക്സ്പ്ലോറേറ്ററി ബിഹേവിയർ ഉണ്ടാകും. റിസർച്ച് ചെയ്യുക, പഠിക്കുക, ആ ഒരു പീരീഡ് ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ആ ഒരു 3 to 4 years ആണ് എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ആസ് എ ഇൻഡിവിജ്വൽ വളർത്തിയിട്ടുള്ള പീരീഡ്. കാരണം ഒരുപാട് ഡൈവേഴ്സ് ടോപ്പിക്കുകൾ വായിക്കാൻ തുടങ്ങി, ഇൻട്രസ്റ്റ് അനുസരിച്ച് വായിക്കാൻ തുടങ്ങി. അതുവരെ നമ്മൾ സിലബസ് അനുസരിച്ചല്ലേ വായിക്കുക, ഇത് ഇൻട്രസ്റ്റ് അനുസരിച്ച് വായിക്കാൻ തുടങ്ങി. ഞാൻ ലിറ്ററേച്ചർ ഒരുപാട് വായിച്ചിട്ടുണ്ട്. മലയാളം ലിറ്ററേച്ചർ ഒരുപാട് വായിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ BA മലയാളം അല്ലേ, ഞാനൊരു MA മലയാളം ലെവലിൽ വായിച്ചിട്ടുണ്ടാവും. അതെന്താ വെച്ചാൽ ഇതിന് വേണം, മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് വായിക്കുക. ഉണ്ണിനീലി സന്ദേശവും എല്ലാ സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ച് തള്ളിയ പുസ്തകങ്ങളാണ്. അത് അനലിറ്റിക്കലായിട്ടും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ മലയാളത്തിൽ എക്സ്പ്ലോഷർ ഉണ്ട്. എക്കണോമിക്സിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട്. കാരണം എക്കണോമിക്സ് ഇഷ്ടപ്പെട്ട് വായിക്കുന്ന, സയൻസ് ആൻഡ് ടെക്ക് നമ്മൾ അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് വായിക്കും. ഞാൻ പൊളിറ്റിക്കൽ സയൻസിൽ PG എടുത്തു ഡ്യൂറിങ് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ കാലത്ത്. പിന്നെ ഫറൂഖ് കോളേജിലായിരുന്നു ഈ പ്രിപ്പറേഷൻ പീരീഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫറൂഖ് കോളേജിൽ ഒരു സ്റ്റുഡൻ്റ് ആവാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഫറൂഖ് കോളേജിൽ റെഗുലർ ഹിസ്റ്ററിക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ഹിസ്റ്ററിയിൽ PG ഫൈനൽ എക്സാം എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതിനും ജോയിൻ ചെയ്ത് അങ്ങനെ ഡൈവേഴ്സ് എക്സ്പോഷർ കിട്ടിയ ഒരു പീരീഡായിരുന്നു അത്. അപ്പോൾ ആ പീരീഡിലുള്ള റീഡിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മളെ ഷേപ്പ് ചെയ്യുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അഭിപ്രായങ്ങളെ പരിമിതപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയും കൂടുതൽ ബോധ്യം വന്നത് അപ്പോഴാണ്. കാരണം അറിയും തോറും നമുക്ക് മനസ്സിലാകും നമ്മൾ എത്ര ചെറുതാണ്, നമുക്ക് ഇത്രേ അറിയുള്ളൂ, അപ്പോൾ നമുക്ക് എല്ലാത്തിലും അഭിപ്രായം പറയാനുള്ള വിവരമില്ല എന്ന് മനസ്സിലാവും.
മറ്റേത് എന്താ പറയുക, നമ്മളും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു മൂഡ് അല്ല, എനിക്കൊന്നും അറിയില്ല. ആൾക്കാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ എൻ്റെ ഡൊമൈനിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും മുൻപിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ശ്രദ്ധിക്കും, ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു പീരീഡിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായത്. എല്ലാ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യേണ്ടുന്ന പ്രോബ്ലംസ് അല്ല, എല്ലാ യുദ്ധവും നമ്മൾ പങ്കെടുക്കേണ്ടുന്ന യുദ്ധമല്ല, നമ്മളെ യുദ്ധം പിക്ക് ചെയ്യണം. അതാണ് ആ പീരീഡ് എന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ഒരു ഏരിയ ആയിട്ട് ഇഡാപ്റ്റിനെ ഡിസൈൻ ചെയ്യുന്നത് ആ ഒരു പീരീഡിലാണ്. പക്ഷേ ഇഡാപ്റ്റ് ഒരു ഡയറക്റ്റ്ലി ഫസ്റ്റ് വെഞ്ചർ അല്ല. ഇതിനു മുൻപ് നമ്മൾ സിവിൽ സർവീസ് സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് കോമ്പീറ്റൻസി ബിൽഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു. VKCയുടെ ഒക്കെ സോഷ്യൽ പ്രോജക്റ്റുകളൊക്കെ, എഡ്യൂക്കേഷൻ പ്രോജക്റ്റുകളൊക്കെ ഞാനാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രോജക്റ്റുകൾ അദ്ദേഹം MLA ആയിരുന്ന സമയത്തൊക്കെ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പല പഞ്ചായത്തുകൾക്കും മറ്റൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മൾ അത്യാവശ്യം അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ആൾക്കാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാത്തവരും ഉണ്ട്. അപ്പോഴാണ് നമ്മളൊരു നീഷിലേക്ക് മാറാൻ പഠിക്കുക. അങ്ങനെ ആൾക്കാർക്ക് അധികം അറിയാത്തൊരു നീഷാണ് ഇതെന്ന് മനസ്സിലായപ്പോഴാണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാവുകയും ചെയ്തു കൂട്ടത്തിൽ. ഡെഫിനറ്റ്ലി ഇതിൽ എക്സ്പ്ലോർ ചെയ്തപ്പോൾ. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ഇഡാപ്റ്റിലേക്ക് എത്തുന്നത്. പിന്നീട് ഇപ്പോൾ ആ മേഖലയിൽ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞൊരു 7 വർഷമായിട്ട് ഇപ്പം ഏകദേശം ഒരു 4-5 ലക്ഷം സ്റ്റുഡൻസ് വേൾഡ് വൈഡ് ആയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. You are a right person for a message to our younger generation. So what will be your... അല്ല, യങ്ങർ ജനറേഷനോട് ഒരു കാര്യം പറയാനുള്ളൂ. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ ലോകത്തെ കാണുക. അതൊരിക്കലും ഒരു അബ്സല്യൂട്ട് ട്രൂത്ത് അല്ല. പിന്നെ പിക്ക് യുവർ ഫൈറ്റ്. എല്ലാ ഫൈറ്റും നമ്മൾ പങ്കെടുക്കേണ്ടുന്ന ഫൈറ്റല്ല, ചൂസി ആയിരിക്കണം. കാരണം നമ്മൾ എനിമിയെ പിക്ക് ചെയ്യണം. നമുക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു എനിമിയെ പിക്ക് ചെയ്തിട്ട് വെറുതെ തോൽവി ഏറ്റുവാങ്ങുന്നതിനേക്കാളും നല്ലത് ഡോണ്ട് ഫൈറ്റ് വിത്ത് ദം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആവുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഭക്ഷണമാണെങ്കിൽ നല്ല ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കണം, എക്സസൈസ് ആണെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യണം, പഠിക്കുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് ചെയ്യണം. ലൈഫ് ലോങ് ലേണിംഗ് ആണ് ഇനിയുള്ള കാലം. കരിയറിൽ ഇനി ഒരു പനാശ ഇല്ല, ഒരു ഒറ്റമൂലി ഇല്ല. നമ്മൾ നോക്കേണ്ടുന്നത് പുതിയ കാലത്ത് അഡാപ്റ്റബിലിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളവരാണ് നിലനിൽക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തിട്ടുള്ളത് ഇൻസെക്റ്റുകളാണ്, അല്ലാതെ ഡിനോസറുകളും മറ്റൊന്നുമല്ല. അവരാ കാലത്ത് ഭയങ്കര സംഭവമായിരുന്നു അല്ലേ? അവർ ജീവിച്ച കാലത്ത് മാമോത്തുകളും ഡൈനോസറും ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ അവരല്ല സർവൈവ് ചെയ്തത് പാറ്റയൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ അവർ അഡാപ്റ്റബിൾ ആയിരുന്നു, ഫ്ലെക്സിബിൾ ആയിരുന്നു. ഇപ്പോൾ ബൈജൂസ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരുപാട് ഹെഡ്വിൻസ് വന്നു. ബൈജു എന്നുള്ള ഒരു വലിയ കമ്പനി ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. ലൈക്ക് ഞാൻ ഒരു സർവൈവ് ചെയ്യട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കും ഇതുപോലെ, നമ്മൾ എട്ടക്കിലാണുള്ളത്, പല ടൈപ്പ് ഹെഡ്വിൻസ് വന്നിട്ടുണ്ട്. വി ആർ സർവൈവിങ് ബിക്കോസ് വി ആർ പാറ്റ. അതായത് അല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് മീൻസ് ഈയാമ്പാറ്റ അല്ല ഉദ്ദേശിച്ചത് കോക്രോച്ചുകൾ. ഒരു കോക്രോച്ച് സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു ആശയം തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് കണ്ടു. അതായത് നമ്മൾ മാറ്റങ്ങൾക്ക് ഹൈലി അഡാപ്റ്റബിൾ ആയിട്ട്, പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട്, കാരണം അഭിപ്രായം ഇരുമ്പൊലൊക്കെ അല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ പിടിച്ച മുയലിന് 3 ചെവിയാന്ന് പറഞ്ഞ് ജീവിക്കേണ്ട. നമ്മൾ മാറേണ്ടി വരും. പുതിയ അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കേണ്ടി വരും. അതിന് തയ്യാറാവുന്ന ഒരു അഡാപ്റ്റബിലിറ്റി നമ്മളെ ഉള്ളിലുണ്ടാവുക. നമുക്കൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളെ പഴയ പല അഭിപ്രായങ്ങളോടും പുച്ഛം തോന്നും. നമ്മുടെ ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പുച്ഛം തോന്നണം. അപ്പോഴേ നമ്മൾ പുതിയത് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിന് പ്രൂഫുള്ളൂ. അല്ല ഇന്നലത്തെ ഞാനും ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതേ ഞാനാണ് ഇന്നും എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്നലത്തെ നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് നാണൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, എന്താ മലപ്പുറം ദുബായി ആക്കുന്നു അല്ലേ, അങ്ങനെ എന്തോ സോഷ്യൽ മീഡിയയിൽ കണ്ടു. കഴിഞ്ഞ ദിവസം പോലെ ഒരാൾ ചോദിച്ചു മലപ്പുറം ദുബായി ആയോ എന്ന് ചോദിച്ചു. എനിക്കിങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ അവനോട് റിപ്ലൈ പറഞ്ഞാൽ എന്താ വെച്ചാൽ, വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഈ നനക്കാൻ ആളാവശ്യമുള്ള രീതിയിൽ. ഇതങ്ങനെ അല്ല. ആക്ച്വലി മലപ്പുറം ദുബായി ആക്കുക എന്നുള്ളത് ആക്ച്വലി ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ മലബാർ, നിങ്ങൾ വീട് തൃശ്ശൂരല്ലേ? ഓക്കെ, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാം ലൈക്ക് ആ ഒരു സ്ട്രെച്ച് ആലോചിക്കുക. ഇതെല്ലാം ഹൈലി GCC ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നാടുകളാണ്. നമ്മുടെ ഇൻകം വരുന്നത് മുഴുവൻ GCC എന്നാണ്. GCCയിൽ പോയിട്ട് ഇവിടെ ഒന്നുള്ള ആൾക്കാർ ചെയ്യുന്നത് എല്ലാവരും വലിയ വലിയ ബിസിനസ് ഇട്ടിട്ടല്ല നിൽക്കുന്നത്. അവിടെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ, കൺസ്ട്രക്ഷനിൽ, ഡ്രൈവറായിട്ട്, വീട്ടിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്
ഇന്നത്തെ കേരളം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇവൻ ഇന്നത്തെ മലബാർ പോലും ഉണ്ടാക്കിയത്. ഓക്കെ, ആ നാട്ടിൽ ഒരു നാച്ചുറലൈസേഷൻ വരിക, നിത്താക്കാത്ത് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ മുൻപ് ഉണ്ടായിരുന്നില്ല. ഒരുപാട് ബിസിനസ്സുകൾ ഇവിടെ അഫക്റ്റഡ് ആയി. ആലോചിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ തിരിച്ചു വന്നു. ഒരുപാട് ബിസിനസ്സുകൾ, ഇവൻ ഏറ്റവും കൂടുതൽ ബിസിനസ് കുറഞ്ഞത് ഫാൻസികളിൽ, ടെക്സ്റ്റൈൽസിൽ. കാരണം എന്താ വെച്ചാൽ ആൾക്കാരുടെ കയ്യിൽ റിയൽ എസ്റ്റേറ്റ് പ്രൈസ് 10 കൊല്ലമായിട്ട് മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. വലിയൊരു മാറ്റം പല ഭാഗത്തും ഇല്ല. സിറ്റീസിൽ മാറ്റം ഉണ്ടാവും, ഗ്രാമത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സേവ് ചെയ്യാൻ തുടങ്ങി, ഫണ്ട് ഫ്ലോ കുറഞ്ഞു, പേടിക്കാൻ തുടങ്ങി, അപ്പോൾ സർപ്ലസ് സ്പെൻഡിങ് കുറഞ്ഞു. അതൊക്കെ നമ്മളെ നാടിനെ, കേരളത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ദുബായ്. GCC രാജ്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ടെക് അഡോപ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ, ലോകം ഒരു ഓയിൽ ഡിപ്പെൻഡൻറ്റ് എക്കോണമിയിൽ നിന്നും മാറിയിട്ട് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ എനർജി സൊല്യൂഷൻസിലേക്ക് മാറാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ GCC രാജ്യങ്ങളുടെ അപ്രമാദിത്വം കുറയും. അവർ തന്നെ അവരുടെ ഫ്യൂച്ചറിനെ മാറ്റി പണിയാൻ തുടങ്ങി. സൗദി നിയോമോ പോലെയുള്ള ഹൈലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നു. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ദുബായ്. അപ്പോൾ അത്തരം മാറ്റങ്ങളൊക്കെ നമ്മുടെ ലോകത്ത് വന്നിട്ടും ആ നാടിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മൾ മാത്രം നമ്മുടെ ചിന്തയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞാൽ, മലപ്പുറത്തെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ചങ്ങാതി അവൻ ഗൾഫിൽ പോവുകയാണെങ്കിൽ എന്ത് ജോലിയായിരിക്കും ചെയ്യുക? അത് ആലോചിക്കേണ്ടത്. നമ്മൾ ഇവിടുന്ന് പഠിക്കാത്ത പോലെ മുഴുവൻ ഗൾഫിലേക്ക് കയറ്റി അയക്കുമെന്ന് പറയാം. അവർക്കൊന്നും ജോലി ഇല്ല അവിടെ. അപ്പോൾ ഒരു 7-10 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർ, നമ്മുടെ നാടിൻ്റെ റവന്യൂ എവിടെ നിന്ന് വരണം എന്ന് നമുക്കൊരു വിഷൻ വേണം. നമ്മുടെ നാട്ടിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ബെറ്റർ ആവണം. അത്തരം ആശയങ്ങളെയാണ് ദുബായിയെ മാതൃകയാക്കുന്നത്. കാരണം ദുബായ് ഭയങ്കര ഫിനിക്സ് പക്ഷിയെ പോലെ എല്ലാ പ്രശ്നങ്ങളൊന്നും കയറി വന്നിട്ടുള്ള ഒരു ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ സ്ഥലത്ത്, അതെന്താ വെച്ചാൽ ലോകത്ത് എന്തൊക്കെ സാധ്യമാവില്ല എന്ന് പറയുന്നു ആ സാധനങ്ങളൊക്കെ ദുബായിൽ ഒരു നടത്തിയിട്ടുണ്ട്. അവരുടെ ഇൻറ്റൻഷനേ അതാണ്. അപ്പോൾ ഈ ബുർജ് ഖലീഫ ഒക്കെ ഉണ്ടല്ലോ, ബുർജ് ഖലീഫ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു ലൊക്കേഷനാണ് ദുബായ്. റീസൺ എന്താണെന്നറിയോ? ഒന്ന്, സാൻഡ് സ്ട്രോങ് അല്ല. 2, ഈർപ്പം കൂടുതലാണ്. അതിൽ തന്നെ സോൾട്ട് കണ്ടന്റ് കൂടുതലാണ്. മാത്രമല്ല, അപ്പോൾ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ കുറേ പണിയെടുക്കണം. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാൻഹട്ടനിൽ അവിടെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സ്കൈ സ്ക്രാപ്പേഴ്സ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അവിടെ എത്ര പൈലിംഗ് ആണോ വേണ്ടത് അതിൻ്റെ 4x പൈലിംഗ് വേണം ബുർജ് ഖലീഫ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. അവിടെ 1 ആണെങ്കിൽ ഇവിടെ 4 വേണം. ഓക്കെ, അത് ബേസ്. 2, ഇവിടെ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്, അതുപോലെ തന്നെ സോൾട്ടിയാണ്. അപ്പോൾ എപ്പോഴും തുരുമ്പെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് അത്ര എപ്പോഴും ഈ ബുർജ് ഖലീഫയുടെ ഈ ഫൗണ്ടേഷനിലൂടെ, റെസ്റ്റിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരവിടെ സാധ്യമാക്കിയതൊന്നും ഭയങ്കര ഈസി ആയിട്ടല്ല. 2, ദുബായ്ക്ക് ഓയിൽ മണി ഇല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ദുബായ് ഓയിൽ റവന്യൂ അല്ല. ദുബായിൻ്റെ ഒരു 2% എങ്ങാണ്ട്, അബുദാബിക്കൊക്കെയാണ് ഓയിൽ റവന്യൂ ഉള്ളത്. ദുബായ്ക്ക് 2% ഓയിൽ റവന്യൂ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ദുബായ് ഒരു വിഷൻ്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ മലപ്പുറം ദുബായ് ആക്കുക എന്ന് പറയുന്നത്, ഞാൻ ഒരു ക്ലീശ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, എന്ത് ദുബായ്ക്ക് ഓയിൽ റവന്യൂ ഇല്ല, അപ്പോൾ എന്താണ് മലപ്പുറത്തിന് ഓയിൽ റവന്യൂ ഇല്ല, പ്രശ്നമില്ല. ദുബായിലും മലപ്പുറത്തിലും നിയർലി 40 lakhs 45 lakhs പോപ്പുലേഷൻ. ഇവിടെ അത് തന്നെയാണ്. അപ്പോൾ മലപ്പുറത്ത് ബുർജ് ഖലീഫ കൊണ്ടുവരലോ അല്ലെങ്കിൽ ബുർജ് അൽ അറബ് കൊണ്ടുവരലോ ഷെയ്ഖ് സായിദ് റോഡ് കൊണ്ടുവരലോ അല്ല ഇൻറ്റൻഷൻ. മലപ്പുറത്തെ ആൾക്കാർക്ക് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാകണം. മലപ്പുറത്തെ ആൾക്കാർ 10 വർഷം ഡൗൺ ദ ലൈൻ അവരുടെ ഇൻകം എവിടെ നിന്ന് വരണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. കാരണം നമ്മുടെ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആകത്തുകയാണ്. അതായത് പല ടൈപ്പ് ഫ്ലോസ്, ഇൻകം ഫ്ലോസ് അതിലുണ്ടാവണം. ഡൊമസ്റ്റിക് വാല്യൂ ക്രിയേഷൻ വേണം. ഇതൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഫോറിൻ ഇൻഫ്ലോ കുറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം GCCയിൽ ഈ പറഞ്ഞ ബ്ലൂ കോളർ വർക്കേഴ്സിന് ആവശ്യം ഉണ്ടാവില്ല. കാരണം അവർ ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. റോബോട്ടിക്സ് ഒക്കെ ലോകത്ത് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ദുബായ്, അല്ലാതെ വേറെ ആരുമല്ല. അവിടെ കൺസ്ട്രക്ഷൻ 3D പ്രിന്റിങ്ങിലേക്ക് മാറുകയാണ്. അതായത് ആൾക്കാർ വേണ്ട. ഡ്രൈവിംഗ് ഓട്ടോണമസ് കാറിലേക്ക് മാറുകയാണ്, ആള് വേണ്ട. ഡെലിവറി ഡ്രോണിലേക്ക് മാറുകയാണ്, ആള് വേണ്ട. അപ്പോൾ അവർ ഒരു ഹൈലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മോഡലിലേക്ക് മാറുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സ്വിച്ചിങ്, അതായത് അവർ സ്വിച്ച് ചെയ്യുന്നുണ്ട്, ആ ജോലിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നമ്മൾ സ്വിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളെ നാട് മാറണം എന്നുണ്ടെങ്കിൽ അതിനൊരു പുതിയ വീക്ഷണം ആവശ്യമാണ്. അതിൽ നിന്നാണ് മലപ്പുറം ദുബായ് ആക്കുക എന്നുള്ള ക്യാമ്പയിൻ ജനിക്കുന്നത്. ആ ക്യാമ്പയിനിൽ തന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 100,000 വിദ്യാർത്ഥികൾക്ക്, അത് ജില്ലാ പഞ്ചായത്തുമായി ചേർന്നിട്ടാണ് ചെയ്തത്, മലപ്പുറം ജില്ലാ പഞ്ചായത്തുമായി ചേർന്നിട്ടാണ്. 100,000 വിദ്യാർത്ഥികൾക്ക് പുതിയ സാങ്കേതിക വിദ്യകളെ സൗജന്യമായിട്ട് പരിചയപ്പെടുത്തുക. അതിൻ്റെ കംപ്ലീറ്റ് കോസ്റ്റും നമ്മളടുത്ത് ഏകദേശം 1.5 കോടി രൂപ ചിലവുണ്ട്.
അത് ഞങ്ങളെപ്പോലത്തെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് അത്ര പൈസ സ്പെൻഡ് ചെയ്തു. 1 രൂപ ഗവൺമെൻറ്റിൽ നിന്ന് റിസീവ് ചെയ്തിട്ടില്ല, 1 രൂപ പബ്ലിക്കിൽ നിന്ന് റിസീവ് ചെയ്തിട്ടില്ല. അത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് തന്നെ ചെയ്ത പരിപാടിയല്ല. അത് വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളിയതല്ല. 1.5 കോടി രൂപ ആ പരിപാടിക്ക് മാത്രം നമുക്ക് ചിലവുണ്ട്. മലയാളത്തിൽ ഈ ടെക്നോളജി എഡ്യൂക്കേഷനിൽ കോഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് മലയാളത്തിൽ, കാരണം ഞങ്ങളതുവരെ മലയാളത്തിൽ ചെയ്തിട്ടുണ്ടായില്ല, ഇംഗ്ലീഷിലാണ്, കാരണം നമുക്ക് ഓഡിയൻസ് വരെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇത് ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം ചെയ്തതാണ്. 2, ഇത് സൗജന്യമായിട്ടാണ് ചെയ്തത്. 3, ഇതിൽ വന്ന ഒരു കുട്ടിയെ പോലും ഞങ്ങൾ കൊമേഴ്ഷ്യലി അപ്രോച്ച് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോൾ ഇതിൽ സൗജന്യമായിട്ടുള്ള പ്രോഗ്രാം ആൾക്കാർ അങ്ങനെയാണല്ലോ പറയുക, ഫ്രീമിയം മോഡൽ, ആദ്യം ഫ്രീ കൊടുക്കും പിന്നെ പ്രീമിയത്തിലേക്ക് മാറ്റും. ഇല്ല, അന്ന് ഫ്രീ വന്നവരൊക്കെ ഫ്രീ തന്നെയാണ്. ഞങ്ങൾ അവരെ പെയ്ഡ് ആയിട്ടുള്ള ഒന്നിലേക്കും കൺവേർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഏകദേശം 1 ലക്ഷമായിരുന്നു ടാർഗറ്റ്, 70,000+ ചെയ്തു. ഇപ്പോഴും ആ പ്രോഗ്രാം ഓണാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ മലപ്പുറം ടു ദുബായ് എന്നുള്ള ആ ക്യാമ്പയിൻ. അതൊരു ബസ് വേർഡാണ്, ഒരു റിലേറ്റബിൾ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്ക് എൻഡിൽ ഇത്തരത്തിലുള്ളൊരു വിഷനും പ്രവർത്തനങ്ങളൊക്കെയാണ് ചെയ്തത്. അല്ല, അത് നല്ലൊരു കോൺസെപ്റ്റാണ്. ബിക്കോസ് നമ്മൾ UAE പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ റിലേഷൻ, ഈ ഒരു വ്യത്യാസം നമുക്ക് കണ്ടവർക്ക് മനസ്സിലാവും. കാരണം നമ്മളെ നാട്ടിൽ ഈ പറഞ്ഞ ഏരിയയിൽ എല്ലാവരും ആരെങ്കിലുമൊക്കെ പ്രവാസി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ എക്സ്പീരിയൻസ് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ചിലപ്പോൾ ഞാൻ ഒരു 2 weeks ഒക്കെ ഐ വെന്റ് ടു അതിരപ്പള്ളി വിത്ത് മൈ ഫാമിലി. അപ്പോൾ അവിടുത്തെ ടൂറിസം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വാട്ടർഫാൾ നമുക്ക് കിട്ടിയിട്ട് ഹൗ യു യൂസിങ് ഇറ്റ് അല്ലേ? 5 മണിയാകുമ്പോഴേക്കും ഷട്ടർ അടച്ചു, പരിപാടി കഴിഞ്ഞു, ടൂറിസം തീർന്നു, വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ 4 മാലവെള്ളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലൊക്കെ നൈറ്റ് ലൈഫ് തുടങ്ങിയേ പറ്റൂ. കാരണം പകൽ പുറത്തിറങ്ങാൻ പറ്റില്ല, അമ്മാതിരി ചൂടല്ലേ. അപ്പോൾ ഇനി നൈറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. ദുബായൊക്കെ അങ്ങനെയല്ലേ, പകൽ നല്ല ചൂടാ, പുറത്തിറങ്ങില്ലല്ലോ ആൾക്കാർ, വൈകിട്ടാണ് ഇറങ്ങുക. അപ്പോൾ നൈറ്റ് ലൈഫ് തുടങ്ങാൻ ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ആൾക്കാർ മീൻസ് മയക്കുമരുന്ന്, കൾച്ചർ, അതൊക്കെ പ്രശ്നമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഇവോൾവ് ചെയ്യലായിരിക്കും ഇനി പ്രാക്ടിക്കൽ ആവുക. ഇതിനേക്കാളും വലിയ ഗുണ്ടായിസ് നടക്കുന്ന ബ്രസീലിൽ നൈറ്റ് ലൈഫ് ഉണ്ട്, പിന്നെയാണ് ഇപ്പം കേരളത്തിൽ. അപ്പോൾ അതൊക്കെ പോസിബിൾ ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ കഴിഞ്ഞാൽ മുടക്ക് പറയുക. ആദ്യം പറയുന്നത് വെച്ചാൽ വി ആർ എ വെരി പോപ്പുലേറ്റഡ് ഏരിയ. നമ്മുടെ മാൻ പവർ ലൈഫ് അലോ ചെയ്യുന്ന ഏരിയകളിൽ നിരത്തി CCTV വെക്കണം. അതാണ് പ്രശ്നം. 2 മഴ വീഴുമ്പോൾ നാശമായി പോകും. അല്ലേ, ഞാനൊരു നല്ല രസമുള്ള ഒരു സാധനം കണ്ടിരുന്നത് എന്താ വെച്ചാൽ, മൊബൈല് ഇപ്പോൾ ഒരാൾ നമ്മളോട് റോങ് ചെയ്യാന്ന് വെക്കുക, മൊബൈൽ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചാൽ അയാൾ ഡീസൻ്റ് ആവുന്നത് കാണാമെന്നാണ്. അല്ലേ? കാരണം പബ്ലിക്കലി നമ്മളെ മോശം സ്വഭാവങ്ങളൊന്നും ആരും കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പോലീസുകാരൻ നമ്മളോട് റോങ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ക്യാമറ എടുത്താൽ പോലീസുകാരൻ അയാൾ നന്നാകും, അയാൾ തെറി പറയില്ല, അയാൾ ഡീസൻ്റ് ആവും. കാരണം എല്ലാവരും പബ്ലിക് സ്ക്രൂട്ടിനെ പേടിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ ഒരുപാട് ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. എഡ്ജ് കേസുകളുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു വലിയ വിഭാഗം സാധാരണക്കാർക്ക് സുഖങ്ങളോ സൗകര്യങ്ങളോ ഒന്നും നിഷേധിക്കേണ്ട ആവശ്യമില്ല. എഡ്ജ് കേസുകളെ അക്കൗണ്ടബിൾ ആക്കാൻ കഴിയുന്ന സിസ്റ്റംസ് ബിൽഡ് ചെയ്താൽ മതി. അപ്പോൾ അതിന് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മിനാ റീജൻറ്റ് വരുന്നു, ലൈക്ക് നമ്മുടെ മിഡിൽ ഈസ്റ്റും നോർത്തേൺ ആഫ്രിക്കയും കൂടിയിട്ട് അല്ലെ പുതിയൊരു മീനാ റീജൻറ്റ് വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് സൗദീസ് ഗ്രോവിംഗ് ലൈക്ക് എനിത്തിങ്. ഇപ്പോൾ UAE ചിലപ്പോൾ കടത്തി വെട്ടാൻ പോകുന്ന രീതിയിലേക്ക് ഭയങ്കര ചെറിയൊരു റീജിയനാണ് സൗദി, വലിയൊരു ലൈക്ക് ഇന്ത്യയുടെ ഒരു 70% സൈസുള്ള ഒരു കൺട്രിയാണ് അത്. അപ്പോൾ ഞാൻ അവിടെ ഒരു 3 വർഷം ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിനർ ഫോർ ലുലു. ഞാൻ റിയാദിലായിരുന്നു. അപ്പം അന്നത്തെ സൗദി അറേബ്യയും ഇന്നത്തെ സൗദി അറേബ്യയും തമ്മിൽ എനിക്ക് തന്നെ മീൻസ് എൻ്റെ ഈ ചെറിയ ഒരു 5-6 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫറൻസാണ്. ബിക്കോസ് ഞാൻ ഇപ്പോൾ അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പോൾ അവിടെ ഒരുപാട് അങ്ങനത്തെ ഡിഫറെൻറ്റ് ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ഭയങ്കര ഗ്രോത്തിലേക്ക് പോവാണ്. അപ്പം ഈ മലപ്പുറം ടു UAE എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ ഒരു സാധ്യത അതിനല്ലേ പോകുന്നത്. ലൈക്ക് ഇപ്പോൾ സൗദിയുടെ ഇപ്പോൾ എന്താ അവിടെ ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പുതിയ സിറ്റി വരുന്നു, ഒരു പുതിയ പ്രൊജക്റ്റ് വരുന്നു. അപ്പോൾ അതിലൊക്കെ നമുക്ക് ടെക്നോളജിയുടെ ഒരു ആംഗിളിൽ നോക്കുവാണെങ്കിൽ വാട്ട് ഈസ് ദ സ്കോപ്പ് ഇൻ സൗദി അറേബ്യ? അല്ല, സൗദി എന്നുള്ള മാർക്കറ്റ് ഞാൻ അങ്ങനെ ഭീകരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ എനി കൺട്രി ഒരു ഗവൺമെൻറ് നേരിട്ടിട്ട് ഒരുപാട് ഇന്നോവേഷൻസിനെ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. കാരണം അവർ ഒന്നുകൂടെ റെസെപ്റ്റീവ് ആയിരിക്കും. കാരണം അവർ മെൻ്റലി അത് റിസീവ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ എന്ത് പ്രോജക്റ്റ് കൊടുക്കുകയാണെങ്കിലും ആ ആക്സെപ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ റിജക്ഷൻ ആണല്ലോ നമ്മളെല്ലാം പ്രശ്നം. ഇപ്പം നമ്മൾ എന്തൊക്കെ നല്ല ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാലും നമ്മളെ ഗവൺമെൻറ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ തിരിച്ച് ആ റെസ്പോൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിലെ സംരംഭകൻ പതിയെ നശിച്ചു തുടങ്ങും. പിന്നെ നമ്മൾ പതിയെ ഒരു നെഗറ്റീവ് വോളിയായിട്ട് മാറും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല.
നമ്മളെ സിറ്റുവേഷൻ നമുക്ക് അതാണ് തരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിൽ സൗദി ഇപ്പോൾ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഈ ചർച്ച ചെയ്യുന്ന പോലെ ലോകത്ത് സൗദി എന്തോ മാറ്റം വരുത്തുന്നു, സംതിങ് ദേ ആർ ഡൂയിങ് വണ്ടർഫുൾ, വലിയ വലിയ പ്രോജക്റ്റുകൾ സൗദിയിൽ വരുന്നു എന്നുള്ള ഫീൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം മൈക്കിൾ ജാക്സൺ അവസാന കാലഘട്ടങ്ങളിൽ സൗദിയിലായിരുന്നു അല്ലേ, അദ്ദേഹത്തിൻ്റെ മറ്റേ സ്കിന്നിൻ്റെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സൗദി രാജാവാണ് അതിൻ്റെ അയാളുടെ ഡെപ്റ്റൊക്കെ എടുത്ത് കളഞ്ഞെന്നുള്ളത് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ റൊണാൾഡോ ഈസ് എൻ അവർ എന്താണെന്നറിയാം, അവരുടെ ഒരു ബ്രാൻഡിങ്ങിന് കുറേ സൗദിക്കൊക്കെ കുറച്ചും കൂടെ ഒരു ഓർത്തഡോക്സ് ബ്രാൻഡിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരതിനെ കുറച്ചും കൂടെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടാകും. ബിസിനസ് പെർസ്പെക്റ്റീവിൽ നിന്ന് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി അവിടെ ഞാൻ കാണുന്നുണ്ട്. ദുബായ് ഒക്കെ ഒരു കൈൻഡ് ഓഫ് മെച്യൂരിറ്റി പല ഭാഗത്തുണ്ട്. പക്ഷേ ഞാൻ അതാലോചിച്ച് ദുബായ് ഇപ്പം ഞാൻ ചെല്ലുമ്പോഴേ ഇപ്പോഴത്തെ ദുബായ് ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ദുബായ്. കാരണം ദുബായ് പിന്നെയും കുറേ ഒരുപാട് പുതിയ ഏരിയകൾ ഓപ്പൺ ആയി. എന്നിട്ട് റോട്ടിൽ ഭയങ്കര ട്രാഫിക്കാണ്, മെട്രോയിൽ ട്രാഫിക്കാണ്, എല്ലായിടത്തും ട്രാഫിക്കാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ദുബായിലുള്ള പോലെ. ഫ്യൂച്ചർ മ്യൂസിയം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ റോഡ് തന്നെ നോക്ക്, ഷെയ്ഖ് സായിദ് റോഡ് ഭയങ്കര റഷാണ്, എല്ലാം ഇതാണ്. അതായത് അവിടെ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും അവിടെ ഇനിയും ആൾക്കാർ വരുന്നു. അതും ഏറ്റവും അതിനേക്കാളും ഇനിയും അതിൽ സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. ഇരട്ടി ചെയ്യാനുള്ള സ്പേസ് അവിടെ ഇപ്പോഴും ഉണ്ട്. അവർ ഇനിയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ലെസണാണ്. ദുബായിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഏത് നാട്ടിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഇടപെടുന്ന ഏരിയ അനുസരിച്ച് സൗദി ഭയങ്കര റിസപ്റ്റീവാണ്. സൗദി എക്കണോമി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയൊരു ഫേസിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ഫേസിൽ കുറേ അമച്വേഴ്സിനും കയറി പോകാൻ പറ്റും. നിങ്ങളുടെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ ജൈടെക്സിന്റെ അല്ലെ എക്സ്പോ ടു UAE കഴിഞ്ഞ വർഷമാണ് നിങ്ങൾ പോയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ജൈടെക്സ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം. ഇപ്പോൾ ദുബായ് 1980 മുതൽ അവിടെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ സ്ഥിരമായിട്ട് നടത്തി വരുന്ന ഒരു ഇവൻ്റാണ് ജൈടെക്സ്. ഗ്ലോബൽ ഗൾഫ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എക്സിബിഷൻ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അവിടെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ വരുന്ന പുതിയ മുന്നേറ്റങ്ങളെ ഷോക്കേസ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ ആ പരിപാടിയിൽ കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, നെക്സ്റ്റ് 5 to 10 years ഡൗൺ ദ ലൈൻ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമോ അത് ഇന്ന് അതിൻ്റെ പ്രോട്ടോടൈപ്പ് അവിടെ കാണാൻ പറ്റും. എല്ലാ മേഖലയിലും വരുന്ന പ്രോട്ടോടൈപ്പുകൾ കാണാൻ പറ്റും. അപ്പോൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഓക്കെ, ഒരുപാട് ഓണ്ടർപ്രണേഴ്സിനുള്ള സ്കോപ്പ് അതിലുണ്ട്. കാരണം നമ്മളെ നാട്ടിൽ ഇതൊന്നുമില്ല, ഈ ചിന്തയും ഇല്ല, ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്നല്ലേ നമ്മൾ ഇൻസ്പിറേഷൻ എടുക്കുക, ഇൻസൈറ്റ്സ് എടുക്കുക. അപ്പോൾ ബെറ്റർ ഇൻസ്പിറേഷൻ കിട്ടാൻ ജൈടെക്സ് കണ്ടാൽ മതി. അപ്പോൾ ഒരു ലോകം മുഴുവൻ നൂറുകണക്കിന് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, കമ്പനികൾ വരുന്നുണ്ട്, ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനികൾ അവരുടെ പ്രോട്ടോടൈപ്പുകൾ കൊണ്ടുവരുന്നുണ്ട്. ലോകത്തിലെ മെഗാ കമ്പനികൾ അവരുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ഫ്ലൈയിങ് കാറുകൾ, ഫ്ലൈയിങ് സൂട്ടുകൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ഹെൽത്ത് കെയറിൽ ഇനി വരാൻ പോകുന്ന മാറ്റം, ഈവൻ ബയോണിക് ഹാൻഡ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടും. അതിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതും. ഒരു കുട്ടി എങ്ങനെയാണ് നടക്കാൻ പഠിക്കുന്നത്, സംസാരിക്കാൻ പഠിക്കുന്നത്? സറൗണ്ടിങ്സ് നിന്ന് കിട്ടുന്ന കോപ്പി അടിച്ചിട്ട്, പച്ചയ്ക്ക് പറഞ്ഞാൽ കോപ്പി അടിച്ചിട്ടാണ് കുട്ടി നടക്കാനും സംസാരിക്കാനും ഒക്കെ പഠിക്കുന്നത്. ഒരു ഓണ്ടർപ്രണോറിയൽ എക്കോസിസ്റ്റം എന്നുള്ള നിലയ്ക്ക് നമ്മളെ നാട് നടക്കാൻ പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ നല്ലോണം കോപ്പി അടിക്കണം. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് ഇന്നോവേഷൻ കണ്ടുപിടിക്കണമെന്ന് വാശിയില്ല, ഒരു വാശിയും വേണ്ട. നമ്മൾ നന്നായിട്ട് കോപ്പി അടിക്കണം. അപ്പോൾ അങ്ങനെ കോപ്പി അടിക്കാൻ പറ്റുന്ന വെന്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികൾ എടുത്ത് നോക്കുക, ഏറ്റവും നല്ല കോപ്പികളായിരിക്കും. ഓല ഊബറിൻ്റെ കോപ്പിയാണ്, നല്ല കോപ്പിയാണ്. ഫ്ലിപ്കാർട്ട്, ആമസോണിൻ്റെ കോപ്പിയാണ്, നല്ല കോപ്പിയാണ്. സൂപ്പർ മാർക്കറ്റ് സിസ്റ്റങ്ങൾ മുഴുവൻ. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ അതിന്ന് നെക്സ്റ്റ് ലെവൽ ഇവോൾവ് ചെയ്യും. അതായത് പ്യുവർലി ഇന്നോവേഷൻ 0 എന്ന് വരില്ല, ഒട്ടിയ വയറെന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്യണം. ഒരു പോയിന്റിൽ അത് ഫിക്സ് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് കോപ്പി അടിച്ച് തുടങ്ങണം. അപ്പോൾ കോപ്പി അടിച്ച് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെ മേലേക്ക് പോകാൻ നമ്മൾ പഠിച്ചു തുടങ്ങും. ചൈനയുടെ ഒരു യൂസ് കേസ് നമ്മൾ അതിൽ കറക്റ്റായിട്ട് നോക്കണം. ആദ്യം ചൈന വളർന്നു തുടങ്ങിയത് സിലിക്കൺ വാലി കമ്പനികളെ പച്ചക്ക് കോപ്പി അടിച്ചിട്ടാണ്. ഫേസ്ബുക്ക് ഉണ്ടാക്കിയപ്പോൾ ഫേസ്ബുക്കിൻ്റെ പക്ക കോപ്പി അവിടെ ഉണ്ടാക്കി, ചൈനയിലുണ്ടാക്കി. ഒരു കോപ്പിയല്ല, 5000-ലധികം കോപ്പി ഉണ്ടായിരുന്നു അത്രേ. ചില കോപ്പികളിൽ ഇവൻ താഴെ എങ്ങനെ എഴുതിയിട്ടുണ്ട് അത്രേ, മാർക്ക് സക്കർബർഗ് പ്രൊഡക്ഷൻ എന്നുള്ളത്. അതായത് കോപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ കോപ്പി ഒന്നല്ല, അമ്മാതിരി കോപ്പി. ആ കോപ്പി അടിക്കുക എന്നുള്ളത് ഒരു തെറ്റല്ല, ചൈനീസ് എക്കോസിസ്റ്റത്തിൽ ഒരിക്കലും അല്ല. കാരണം അതൊരു കൊളോസിയം മോഡലാണ്.
അതെന്ന് വെച്ചാൽ ഓണ്ടർപ്രണേഴ്സ് തമ്മിൽ വൺസ് ഒരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്താൽ പിന്നെ അത് കൊളോസിയത്തിൽ തല്ലി ജയിക്കുക എന്നുള്ളത്. അതായത് അതിൽ ആരാണോ ബെസ്റ്റായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് അവൻ ജയിക്കും. അപ്പോൾ ഈ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ട്, കാരണം ഇന്ത്യ പോലെ തന്നെയാണ് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ എക്കോ സിസ്റ്റം അവർ നല്ല കോപ്പികളെ സിലിക്കൺ വാലിയിൽ നിന്ന് എടുത്തിട്ട് ബിൽഡ് ചെയ്ത് അതുമെന്നാണ് ചൈന ഉണ്ടാവുന്നത്. ഇപ്പോൾ അലിബാബ തുടങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ കാണാം, അവരുടെ റൂട്ട് എവിടെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ഒറ്റ ഐഡിക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എക്കോ സിസ്റ്റം ഉണ്ടാവില്ല. ഫസ്റ്റ് നമുക്ക് കോപ്പി എക്കോ സിസ്റ്റം ഉണ്ടാവണം. കാരണം കോപ്പി എന്ന് പറഞ്ഞാൽ വെറും ലോക്കൽ കോപ്പി അല്ല, ലോക്കലൈസ്ഡ് കോപ്പി വേണം. ഏത് ഈച്ച കോപ്പി അല്ല, ആ കോപ്പിയെ നമ്മുടെ ലോക്കൽ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതാണ് മാറ്റങ്ങൾ വരുത്തി. ഈബേ ചെയ്തതെന്തോ അതന്നെ ചൈനയിൽ അലിബാബ ചെയ്തിരിക്കുകയല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്പനികളും ചെയ്തിരിക്കുകയല്ല. ചൈനയുടെ ടേസ്റ്റിലേക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്തു. അപ്പോൾ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ ലോക്കൽ നീഡിലേക്ക് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരു എൻറ്റയർലി പുതിയ മാർക്കറ്റ് ഓപ്പൺ ആവുക. അപ്പോൾ വലിയ കാഴ്ചകൾ കാണുക എന്നുള്ളതൊരു ഭാഗമാണ്. രണ്ടാമത്തേത് അത് നമ്മുടെ എക്കോണമിക്ക് അനുസരിച്ച് അതിനെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ജൈടെക്സിൽ പോകുമ്പോൾ നമ്മൾ ഫ്ലൈയിങ് കാറുകൾ കാണും, ഡെലിവറി ഡ്രോണുകൾ കാണും, 3D പ്രിൻറ്റിങ് കാണും. 3D പ്രിൻറ്റിങ്ങിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗ സാധ്യതകൾ. ഞാനിപ്പോൾ അവിടെ കണ്ട ഒരു എക്സൈറ്റിംഗ് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നടുന്ന റോബോട്ടുണ്ട്, മെഷീനുണ്ട്, ചായ അടിക്കുന്ന റോബോട്ടുണ്ട്, മസാജ് ചെയ്യുന്ന റോബോട്ടുണ്ട്. മസാജ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഹയർ എൻഡ് ആയില്ലേ, അതായത് കുറച്ചും കൂടെ നമുക്കൊരു വെൽനെസ് ഫീലൊക്കെ തരുന്ന സാധനം. അപ്പോൾ ഇതെല്ലാം പ്രാക്ടിക്കൽ യൂസ് കേസ് ആവണമെന്നില്ല, ഇതൊക്കെ പക്ഷേ ഒരു വെറൈറ്റി യൂസ് കേസ് ആണ്. പക്ഷേ അതൊരു കോൺസെപ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്നില്ല, മതി. കൊമേഴ്ഷ്യലൈസേഷൻ എന്നുള്ളത് ഏത് പോയിന്റിൽ എന്നുള്ളത്, ഏത് ടാർഗറ്റ് ഓഡിയൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ഓരോ പ്രൊഡക്റ്റിനും ഓരോ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലൈക്ക് നമ്മളിപ്പം ഒരു റോബോട്ട് ഫോർ മസാജ് ഫോർ വാട്ട് എക്സാക്ട്ലി, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്തേക്ക് യാത്ര ചെയ്യണം. നമുക്ക് അത് പ്രോബ്ലം ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ അത് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ. ഇനി എനിക്ക് ആ ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് വേഗത്തിൽ ചെയ്യണം, എത്ര വേഗത്തിൽ ചെയ്യണം, ഇതൊക്കെ ഓരോ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിനൊക്കെ യൂസേഴ്സ് ഉണ്ട്. നല്ല വേഗതയിൽ പോകണം, 5 മിനിറ്റ് കൊണ്ട് എത്തണം. ഒരു പക്ഷേ ഞാൻ റോക്കറ്റ് ട്രാവലിംഗ് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ ഫ്ലൈയിങ് എക്സാക്ട്ലി. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ അഫോർഡ് ചെയ്യാൻ കഴിയുന്ന കമ്മ്യൂണിറ്റിക്ക് കുറേ എണ്ണം വെക്കേണ്ടി വരില്ല, കാരണം അത് മാസ് വോളിയത്തിൽ വെക്കേണ്ടതല്ല, ലിമിറ്റഡ് യൂസ് കേസ് മതി. അതല്ല, അത്ര അർജൻറ്റ് ഒന്നുമില്ല, കുറച്ച് സാവധാനം പോയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാറ് വെക്കാം. ഓക്കെ, ഇനി കാറാണെങ്കിൽ തന്നെ കാറിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെ വേണം? ആൾട്ടോയിലും പോകാം, റോൾസ് റോയ്സിലും പോകാം. അപ്പോൾ ഈ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും പ്രൊഡക്റ്റും അതിന് ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാ ടെക്നോളജിയും ചിലതൊക്കെ വെറും പ്രോട്ടോടൈപ്പുകളായിരിക്കും, പക്ഷേ ഇവർ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് അത് പല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എഗെയിൻ അതും അസിമെട്രിയാണ്, അല്ലാതെ എല്ലാവരും ഒരു സാധനം കൊണ്ടുവന്ന് എല്ലാവരും അതന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല. പലരുടെയും യൂസ് കേസസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പോലും നമ്മൾ ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ അതിൽ കൊണ്ടുവരാൻ കഴിയുന്നത് കൊണ്ടാണ് അത് എൻജോയ് ചെയ്യുന്നത് പോലും. മറ്റേതെല്ലാവരും ഒരു മോണോട്ടോണസ് കണ്ടൻറ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പോസ്റ്റിംഗ് രീതികളൊക്കെ ഡിഫറെൻ്റ് അല്ലേ. ഇതുപോലെ അവിടെ കാണിച്ചിരുന്ന പല പ്രൊഡക്റ്റുകളും ഒരു പക്ഷേ വെറും ഒരു പ്രോട്ടോടൈപ്പ് മാത്രമായിരിക്കും, പക്ഷേ ചില പ്രൊഡക്റ്റുകൾക്ക് അതിൻ്റെ യൂസ് കേസുകളുണ്ടാവും. ഇപ്പോൾ ഒരു മസാജിൻ്റെ ടീം കാണിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ലുലൈറ്റ്സിനെ ഇളക്കിയിട്ട് ബോഡി കോണ്ടൂറിങ് ആണ് അതിൻ്റെ മെയിൻ. അപ്പോൾ ബോഡി കോണ്ടൂറിങ്ങിന് കുറേ നേരം ചെയ്യേണ്ടി വരുമല്ലോ, അപ്പോൾ അതൊരു ഹ്യൂമൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ റോബോട്ടിക് ആമാണ് എന്നുള്ള രീതിയിലാണ് അവർ കാണിച്ചത്. ഇപ്പോൾ ചായ അടിക്കുന്ന യൂസ് കേസ് അതിനേക്കാളും നല്ലത് ഒരു പക്ഷേ നമ്മൾ ആലോചിക്കുക മറ്റേ മെഷീൻ പോരെ എന്നുള്ളതാണ്, ചായ ഉണ്ടാക്കുന്ന മെഷീൻ പോരെ എന്നുള്ളതാണ്. പക്ഷേ അവരതിൻ്റെ ഫ്ലെക്സിബിലിറ്റിനെ ഫ്ലെക്സ് ചെയ്യാണ് ബേസിക്കലി. ഈ മെഷീൻ എത്രമാത്രം ഫ്ലെക്സിബിൾ ആണ്, എന്തും ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് കണ്ടു നിൽക്കുന്ന ഒരു മലയാളിക്ക് അതിനെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ ബിസിനസ് യൂസ് കേസിലേക്ക് അതിനെ മാറ്റാം. ഒരു വോ ഫാക്ടർ. അല്ലാതെ അയാൾ ഇവിടെ വന്നിട്ട് ചായപ്പീടിയിൽ അത് വെക്കണം എന്നല്ല പോയിന്റ്. അയാൾക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇവിടെ എന്ത് യൂസ് കേസിലേക്കാണോ അത് ഫിറ്റ് ആവുക, ക്രിയേറ്റിവിറ്റി. ഇവിടുത്തെ മറ്റേ യൂസ് കാർസ് കൊടുക്കുന്ന റോയൽ ഡ്രൈവിൽ എന്തോ ഇതുപോലെ ഒരു റോബോട്ടിനെ കൊണ്ടുപോകും, റോബോട്ട് വന്നു, ഒരു റോയ എന്ന് പറഞ്ഞിട്ടൊരു റോബോട്ട്. അതുണ്ടാക്കിയ ഒരു മാർക്കറ്റിൽ അത് ഭയങ്കര ഒരു ടോക്ക് ഉണ്ടാക്കി. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ അവിടെ ഒരു സെയിൽസ് ഗേളിനെയോ അല്ലെങ്കിൽ ഒരു സെയിൽസ് മാനോ വയ്ക്കുന്നത് തന്നെയായിരിക്കും.
ഡെഫിനറ്റ്ലി അതിപ്പോൾ ഹൈപ്പ് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. അതെ, ആ ഒരു ബിസിനസ് വാല്യൂ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. എക്സാക്ട്ലി. അപ്പോൾ അത് അവരുടെ ഒരു ബ്രാൻഡിലേക്ക് അത് അതിൻ്റെ കോസ്റ്റ് അവർക്ക് ഓക്കെ ആയിട്ടുണ്ടാവും. മേ ബി അതിനെ കൊണ്ട് കിട്ടിയൊരു ബ്രാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതും കൂടെ ഉണ്ടല്ലോ, ഇതിലൊരു ബ്രാൻഡിങ് പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടുന്നത്, ചിലത് കോപ്പി എടുക്കേണ്ടുന്നത് അവരെന്ത് യൂസ് കേസിനാണോ ഉപയോഗിച്ചത് അതേ യൂസ് കേസിൽ ഇവിടെ ഉപയോഗിക്കാനല്ല. നമ്മൾ ആ ടെക്നോളജി മനസ്സിലാക്കി, ആ കാഴ്ച കണ്ടു, അതിന് നമ്മുടെ തലയിൽ പ്രോസസ്സ് ചെയ്യുക, നമ്മുടെ നാട്ടിലെ പ്രോബ്ലംസ് നമുക്കറിയാം, ആ പ്രോബ്ലംസിലേക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ ചൈനയുടെ എക്സാമ്പിൾ പറഞ്ഞത്. കാഴ്ച നമുക്ക് സിലിക്കൺ വാലിയിൽ നിന്ന് അവർ കണ്ടു, ആ കാഴ്ചയെ ചൈനയിലെ ലോക്കൽ നീഡ്സിന് അവർ കസ്റ്റമൈസ് ചെയ്തു. അങ്ങനെയാണ് അവരവിടെ വലിയ വലിയ കമ്പനികൾ ബിൽഡ് ചെയ്തത്. കാരണം ഓരോ നാട്ടിൽ ഓരോ ടേസ്റ്റ് ഉണ്ടാകും, ഓരോ ലോക്കലൈസ്ഡ് ഡിമാൻഡ് ഉണ്ടാകും. അപ്പോൾ ആ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ജൈടെക്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എനിവേ അപ്പോൾ നമുക്ക്